Hello. Good morning. Am I audible? Am I audible? Yes. Morning. എല്ലാവരും നീ കമ്മ്യൂണിക്കേഷൻ കമന്റ് ഔട്ട്. ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് സംസാരിച്ചു, ഓർമ്മയുണ്ടോ? യെസ്. ആ ടോപ്പിക്കിന്റെ ബാക്കി പാർട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. So if you are ready and excited, just comment out RE എന്ന് കമന്റ് ചെയ്യുക. Just comment out RE. Good morning. You guys are commenting RE. Okay. Ready and excited. Okay, very good. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ അല്ലെ? എന്താ സംസാരിച്ചിരുന്നത്? ഫസ്റ്റ് ലോ എന്തായിരുന്നു? ഒന്ന് കമന്റ് ചെയ്തേ. ഫസ്റ്റ് ലോ ഇന്നലെ സംസാരിച്ചതിൽ ഫസ്റ്റ് ലോ. ഇവിടെ നിങ്ങൾ റാൻഡം ആയിട്ട് ക്ലാസ് കേട്ടുപോയാൽ പോരാ. ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, ഉറപ്പുവരുത്തണം. What is the first law? ഫസ്റ്റ് ലോ എന്താണ്? ഓക്കെ, ഫസ്റ്റ് ലോയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും സെറ്റ് ചെയ്യണം. ഇനി ഇവിടെ അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സിലും നമ്മൾ ആദ്യം തുടങ്ങുന്നതിന് മുൻപ് ആദ്യമേ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മിഷൻ, നമ്മുടെ പർപ്പസ് എന്താണ്? നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പർപ്പസ് എന്താണ്? എത്ര പേർക്ക് അറിയാം നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ പർപ്പസ് എന്താണ്? പറയാൻ പറ്റുമോ? എത്ര പേർക്ക് അറിയാം നമ്മുടെ പർപ്പസ്? നമുക്ക് 3 കാര്യങ്ങൾ എല്ലാ ദിവസവും പറയണം. ഒന്ന്, നമ്മുടെ പർപ്പസ് എന്താണ് എന്നുള്ളത് പറയാം. ഓക്കെ, എങ്ങനെ ഒരു വീട്ടിൽ ഒരു ഹീലറെങ്കിലും ഉണ്ടാക്കുക. ദാറ്റ്സ് അവർ വിഷൻ അല്ലെ? നമ്മളുടെ ഒരു എന്താ പറയാ പർപ്പസ് എന്ന് പറയുന്നത്, നമ്മുടെ പർപ്പസ് സഫറിങ് കേട്ടോ. മനുഷ്യന്റെ സഫറിങ് എന്താ പറയാ, എന്റെ സഫറിങ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള വേദനകളെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. ആൻഡ് ബ്രിങ് ഔട്ട് ദി ബെസ്റ്റ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. എന്നിട്ട് എന്ത് ചെയ്യുക? അവരെ ഏറ്റവും മികച്ച പൊട്ടൻഷ്യൽ പുറത്തേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ട കോച്ചിങ് കൊടുക്കുക. അതിനാണ് ഈ പ്ലാറ്റ്ഫോം നിലനിൽക്കുന്നത്. അതേ എല്ലാവരും മനസ്സിലാക്കുക, ഈ ഒരു വിഷന്റെ പുറത്താണ് നമ്മൾ പോകുന്നത്. നമുക്ക് ജസ്റ്റ് എന്താ പറയുക, ഒരു കോഴ്സ് നടത്തുകയോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ഥാപനം റൺ ചെയ്യുകയോ എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. നമുക്ക് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. നെക്സ്റ്റ് നമുക്കുള്ള നമ്മുടെ വിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വിഷൻ ഉണ്ട്, 1000 ഹീലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? 1 ഹീൽഡ് സോൾ ഇൻ 1 ഫാമിലി. ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഒരു ഹീൽഡ് ആയിട്ടുള്ള ഒരു ആത്മാവിനെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു ഹീൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സൃഷ്ടിക്കുക. ഒരു ഫാമിലിയിൽ ഒരാളെങ്കിലും, 1 ഹീൽഡ് പേഴ്സൺ ഇൻ 1 ഫാമിലി. ദിസ് ഇസ് അവർ മിഷൻ. അതിനാണ് നമ്മൾ ഇതിങ്ങനെ ക്യാമ്പയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ഈ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ പരമാവധി ഇതെല്ലാവരും മനസ്സിലാക്കുക. എന്താണ്? 1 ഹോം കേട്ടോ, 1 ഫാമിലി. അതുകൊണ്ടുള്ള ഗുണം എന്തായിരിക്കും? എന്തായിരിക്കും അതിന്റെ ഗുണം? ഒന്ന് കമന്റ് ചെയ്തേ. എന്തായിരിക്കും അതിന്റെ ഗുണം? ഒന്ന് കമന്റ് ചെയ്യാവോ? എന്ത് സംഭവിക്കും? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്ന് കമന്റ് ചെയ്യാവോ? എന്തായിരിക്കും സംഭവിക്കുക? ഓക്കെ, എന്ത് സംഭവിക്കും? പീസ്ഫുൾ ലൈഫ്. ഓക്കെ, പീസ്ഫുൾ ലൈഫ് ഉണ്ടാകും. നമ്മളിപ്പോ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തു. കേരളത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ലഹരി.
കേരളം ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണെന്ത്? നമുക്ക് എല്ലാവർക്കും അറിയാം, എന്ത്? ലഹരി എന്നുള്ളത്. ശരിയാണോ? കേരളം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലഹരി. നിങ്ങൾ എല്ലാവരും ഇവിടെ ഒരേപോലെ കമന്റ് ചെയ്തു. ഹാപ്പിനെസ് ഇല്ലായ്മ. ഓക്കെ, അപ്പൊ ഈ ലഹരിയുടെ പ്രധാനപ്പെട്ട കാരണം എന്താ? ഇത്രയും ലഹരി വരാനുള്ള കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും ലഹരിയിൽ അകപ്പെട്ടു പോയത്? സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നത്, അല്ലെ? ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നത്. അതെന്താ? നാച്ചുറലായിട്ട് ആർക്കും സന്തോഷമില്ലാത്തതും അതുകൊണ്ടല്ലേ അങ്ങനെ പോകുന്നത്. പലരും ദുഃഖിതരാണ്, പലരും സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരിക്കുകയാണ്. അപ്പൊ ലഹരി ശരിക്കും നമ്മുടെ ഉള്ളിലുണ്ട്. കാൻഡിബിനോയിഡ് എന്ന് പറയുന്ന ഒരു ലഹരിയുടെ സോഴ്സ്, കഞ്ചാവ് വലിച്ചാൽ കിട്ടുന്ന അതേ കിക്ക്, ഡ്രഗ്സ് ഉപയോഗിച്ചാൽ കിട്ടുന്ന അതേ കിക്ക് നമുക്ക് നമ്മളുടെ EFT ടാപ്പിംഗ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന പ്യുവർ ആയിട്ടുള്ള ലഹരി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പെർഫോമൻസ് കൂടും, നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും, നമ്മൾ അപാരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് സഹായിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു സ്പിരിച്വൽ ഹൈ, ആത്മീയപരമായിട്ടുള്ള ഒരു കിക്ക് നമുക്ക് ലഭിക്കും. ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന ബ്ലിസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിൽ അങ്ങനെ ഒരു പാർട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു വൺ ഹീൽഡ് പേഴ്സൺ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാണ് ഇതിന്റെ ആവശ്യകത? എന്താണ്? ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട്. നിങ്ങളൊന്നും ലഹരിയിലേക്ക് പോകേണ്ടതില്ല, ഉള്ളിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു യാത്രയാണ്. അപ്പൊ അഡ്വാൻസ് പ്രോഗ്രാമിലൊക്കെ വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആ ലഹരി ആസ്വദിക്കാം. അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് വരുന്നവർക്ക് ആ ലഹരി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏത്? ഉള്ളിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ലഹരി. നമ്മൾ കൈകൊണ്ട് കൊടുക്കാമല്ലോ കേട്ടോ, ഇനി ദയവ് ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു. അതായത് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ലഹരി കൈമാറും, ലഹരി കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ ശരിക്കും അറിയാൻ പറ്റും, ആ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു കിക്കാണ്, വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാൻ പറ്റും. ഓക്കെ, കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് നിങ്ങളുടെ ജോലികൾ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു വല്ലാത്തൊരു ഹൈ സ്റ്റേജിലായിരിക്കും. ഭയങ്കര തണുപ്പ് ഇങ്ങനെ വല്ലാണ്ട് ഫീൽ ചെയ്യും, കൂൾ ഫീലാണ്, വല്ലാത്ത കൂൾ മൂഡാണ്. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ ലൈഫിന്റെ ലഹരി നിങ്ങൾക്ക് നുകരാൻ പറ്റും. അപ്പൊ എനിവേ, എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അഡ്വാൻസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത്, ലെറ്റ്സ് എന്താ പറയുക, കൺഗ്രാറ്റുലേഷൻ, ലെറ്റ്സ് എൻജോയ് ദാറ്റ്. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരുന്നോളൂ. യു വിൽ എക്സ്പീരിയൻസ് ദാറ്റ്. നമ്മളത് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചു തരും. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എൻ അമേസിങ് ജേർണി. ഓക്കെ, അപ്പൊ നമ്മുടെ കോഴ്സ് എന്താണ്? നമ്മൾ എന്താണ് സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്നത്? ഡ്രഗ്സ്, മറ്റുള്ള പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഓൾ ദ നെഗറ്റീവ് തിങ്സ്. ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ ഒരുപാട് പ്രതിഷേധങ്ങളോ അത് കൂടുതൽ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ സമൂഹത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അതിലേക്ക് അറ്റൻഷൻ പോവാണ്. സ്വർണ്ണ എന്താ സംഭവിക്കാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ നിങ്ങൾ അതിനെക്കുറിച്ച് യുദ്ധം ചെയ്യുമ്പോൾ അത് കൂടുതൽ വികസിക്കും. അത് റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യും. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ തിയറി പ്രകാരം, അല്ലെങ്കിൽ ലോ ഓഫ് മനസ്സിലാവുന്നുണ്ടോ? മാനിഫെസ്റ്റേഷൻ തിയറി പ്രകാരം പറയുന്നത്. പക്ഷെ അതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്താൽ ദാറ്റ് വിൽ എക്സ്പാൻഡ്. ലോ ഓഫ് വൈബ്രേഷൻ, എനർജി വൈബ്രേഷൻ ആണ് അതിലേക്ക് കൊടുക്കുന്നത്. എല്ലാവരും ഡ്രഗ്സ്. വാട്ട് ഹാപ്പൻസ്? കൂടുതൽ അതിന് പകരം എന്താ വേണ്ടത്? പീസ്. അതിന് എന്തില്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് പോകുന്നത്? സമാധാനമില്ല. കേരളത്തിലെ വീടുകളിൽ സമാധാനമില്ല, സന്തോഷമില്ല. മക്കള് തമ്മിൽ പാരന്റ്സുമായിട്ട് ഹാപ്പിയല്ല, പാരന്റ്സ് മക്കളുമായിട്ട് ഹാപ്പിയല്ല. പ്രോപ്പറായിട്ട് മക്കൾക്ക് കിട്ടേണ്ട സ്നേഹം, കെയറിങ് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ലഹരിയുടെ പിന്നാലെ പോകുന്നു. മനസ്സിലാകുന്നുണ്ടോ? സോ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിന്റെ പിന്നാലെ പോകുന്നത് എന്തോ പേരിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അങ്ങനെ ആദ്യം പേരിൽ നിന്ന് ഒളിച്ചോടും, പിന്നെ അതിന് അഡിക്റ്റ് ആവും. അഡിക്റ്റ് ആയാൽ പിന്നെ പെയിനൊന്നും വേണമെന്നില്ല. ആ മൊമെന്റ് ആയി കഴിഞ്ഞാൽ, സമയമായി കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറൊരു പെയിനാണ്. അപ്പൊ ആ പെയിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതിലേക്ക് പോകും. അങ്ങനെയാണ് ഇതിൽ അഡിക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം, ഇത്രയും വലിയൊരു സമൂഹം, സ്കൂൾ കുട്ടികളടക്കം വലിയൊരു സമൂഹം ഇതിൽ പെട്ടുപോയിരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡ്രഗ്സിനെതിരെ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ സംഗതി നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. പക്ഷെ അതിനെതിരെ നമുക്ക് അതിലേക്ക് ഫോക്കസ് കൊടുത്തിട്ട്
നമ്മൾ സംസാരിക്കുന്നതിന് പകരം നമ്മുടെ പാർട്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫാമിലിയിൽ ഒരാളെ ഹീൽ ചെയ്യിപ്പിക്കും. ഒരാളെ നമുക്ക് ഹീൽ ചെയ്യിപ്പിക്കും. ഹീലിംഗിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? EFTയിലൂടെ അഡിക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൂളാണ്. അഡിക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൂളാണ്. ആരെങ്കിലും ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ EFT അവർ എത്തിച്ചു കൊടുത്ത് അതിന് അവരിൽ നിന്ന് എന്ത് വെച്ചാൽ അവരിൽ അത് എന്ത് ചെയ്യണം, കട്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ EFT നിങ്ങൾ പഠിച്ചിട്ടുള്ള ടൂള് നിങ്ങൾ എന്ത് ചെയ്യും, പരമാവധി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്യണം. നിങ്ങൾ ചെയ്തു കൊടുക്കരുത്, നിങ്ങൾ പറഞ്ഞു കൊടുക്കും. ആരെങ്കിലും ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, പറഞ്ഞു കൊടുക്കും. അങ്ങനെ 1000 ഹീലേഴ്സിനെ പ്രൊഫഷണലി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ഇന്നിവിടെ ഹീലേഴ്സിന്റെ ആവശ്യകതയുണ്ട്. ആൻഡ് നമ്മളിപ്പോ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളമുണ്ട്. ആ കേരളം ഇപ്പൊ ദൈവത്തിന്റെ സ്വന്തം നാടല്ല. ലൂസിഫർ സിനിമയിൽ പറയുന്ന പോലെ ചെകുത്താന്റെ സ്വന്തം നാടായി മാറി. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം നാടല്ല, ചെകുത്താന്റെ സ്വന്തം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ക്യാമ്പയിൻ ഇതാണ്: ടേൺ കേരള ഗോഡ്സ് ഓൺ കൺട്രി എഗെയിൻ. എന്താണ്? എഴുതി വെച്ചോ, ടേൺ കേരള ഗോഡ്സ് ഓൺ കൺട്രി എഗെയിൻ. നിങ്ങൾ എഴുതി വെക്കുന്നതിനാ? എനിക്ക് നിങ്ങളുടെ സഹായം വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. കേരളത്തെ വീണ്ടും ഒരു ഗോഡ്സ് ഓൺ കൺട്രി ആക്കിയിട്ട്, ദൈവത്തിന്റെ സ്വന്തം നാടാക്കിയിട്ട്, ഒരുപാട് നന്മ ചിന്തിക്കുന്ന, സ്നേഹത്തോടു കൂടി പെരുമാറുന്ന, നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു കേരളം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സോ അതിനു വേണ്ടിയിട്ട് ഹീൽ കേരള ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, കാലിക്കറ്റ് ഓപ്പൺ ചെയ്യും. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. റെഡി ആണല്ലോ? ഓക്കെ, നിങ്ങൾ എല്ലാവരുടെയും. അപ്പൊ അതിന്റെ ഒരു ഫംഗ്ഷൻ വരും. ആ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ക്ഷണിക്കും. നിങ്ങൾ എല്ലാവരും വരണം, പ്രോഗ്രാമിലേക്ക് വരണം, സംഗതികളിലേക്ക് വരണം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ വെച്ചാൽ ലോ ഓഫ് മാനിഫെസ്റ്റേഷന്റെ സെഷനാണ് എടുത്തത്. ലോ ഓഫ് മാനിഫെസ്റ്റേഷനിൽ 10 ലോകൾ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ 5 എണ്ണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? നിങ്ങൾ ഓൾറെഡി ഇവിടെ കമന്റ് ചെയ്ത് 2 പേര്. ലോ ഓഫ് അട്രാക്ഷൻ. എന്താ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്? ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ഒരേപോലുള്ളവ അട്രാക്ട് ചെയ്യും. അതായത് ഒരേ വൈബുള്ളത്, സെയിം വൈബുള്ള ആൾക്കാർ, സെയിം വൈബുള്ള എനർജി അട്രാക്ട് ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നിങ്ങൾ എന്തിനെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, അതിനോട് മാച്ച് ആകുന്ന അതേ എനർജി വൈബ്രേഷൻ ഉള്ള വസ്തുക്കളെല്ലാം നിങ്ങളിലേക്ക് വരും. പോസിറ്റീവായി നിങ്ങൾ ചിന്തിച്ചാൽ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നെഗറ്റീവായി നിങ്ങൾ ചിന്തിച്ചാൽ നെഗറ്റീവായ കാര്യങ്ങൾ വരും. അതായത് കേരള സമൂഹം മുഴുവൻ ഡ്രഗ്സിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്താൽ കൂടുതൽ ഡ്രഗ്സും കൂടുതൽ കാര്യങ്ങളും ഇവിടേക്ക് വരും. മനസ്സിലായോ ഞാൻ പറയുന്നത്? നമുക്കത് ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചർച്ച ചെയ്യണം? എന്താണ് നമുക്ക് പ്രതിവിധി, എന്താണ് നമുക്ക് വഴി, അല്ല ചർച്ച ചെയ്യേണ്ടത്. പ്രശ്നത്തെ കുറിച്ച് ചർച്ച ചെയ്താൽ പ്രശ്നങ്ങൾ കൂടുതൽ സംഭവിക്കും. അതിന് പകരം നമ്മൾ എന്താ വേണ്ടത്? പ്രശ്നത്തെ സൊല്യൂഷനെ കുറിച്ച് ചർച്ച ചെയ്യണം. എന്താണ് ഇതിന്റെ കാരണം, മൂലകാരണം ചർച്ച ചെയ്യണം. പല ലെവലുള്ള. അപ്പം ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് എന്താ വെച്ചാൽ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? നിങ്ങൾ ഇത്രയും കേസും പ്രശ്നങ്ങളും അറസ്റ്റൊക്കെ നടക്കുമ്പോൾ പോലും ഉപയോഗം കുറഞ്ഞേക്കല്ല, ഉപയോഗം കൂടിയേക്കാണ്. ഇന്നിപ്പോ അതൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാർക്ക് കൂടുതൽ ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പോൾ നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ്. ഓക്കെ, കൂടുതൽ. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ, എനിവേ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ ഐഡിയ, ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. യുവർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് അട്രാക്ട് സിമിലർ എക്സ്പീരിയൻസ്. നമ്മുടെ ചിന്തകളും അതേപോലെ തന്നെ വികാരങ്ങളും. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പറയൂ. ഇന്നലെ പഠിച്ച പോയിന്റ്. വെറുതെ ഞാൻ പറയുന്നത് ആയിരിക്കരുതല്ലോ, നിങ്ങൾ പഠിക്കുന്നുണ്ടോ നോക്കണ്ടേ? ലോ ഓഫ് വൈബ്രേഷൻ. ലോ ഓഫ് വൈബ്രേഷൻ എന്താ അത് പറഞ്ഞിരുന്നത്? ആരപ്പ പറഞ്ഞത്? ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞത് ആരാ? ഐഷ പറയൂ. ലോ ഓഫ് വൈബ്രേഷൻ പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഓരോ ചിന്തകളും അത് ചലനങ്ങളാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം.
നമ്മളെല്ലാവരും ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു വൈബ്രേഷണൽ എനർജി ഉണ്ട്. ഒരു എനർജി വൈബ്രേറ്റ് ചെയ്യും. എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് എനർജി വൈബ്രേറ്റിംഗ് അറ്റ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ്. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എന്താണ്? ഒരു എനർജിയാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരു ഊർജമാണ്. അത് തരംഗരൂപത്തിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ്, വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസികളിൽ. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അളവിൽ, വ്യത്യസ്തമായ അളവിൽ ഊർജ തരംഗത്തിന്റെ അളവുണ്ട്. ആ ഊർജ തരംഗത്തിന്റെ അളവ് വ്യത്യസ്തമായ അളവിൽ വൈബ്രേറ്റ് ചെയ്യുന്ന, തരംഗരൂപത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന ഊർജമാണ് നമ്മൾ ഓരോന്നും. ഈ വസ്തുക്കൾ, ഇവിടുത്തെ എല്ലാ വസ്തുക്കളും അങ്ങനെയാണെന്നാണ് സയൻസ് പറയുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്താണോ വേണ്ടത് ആ വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ വസ്തുക്കളുടെ അതേ എനർജിയിലേക്ക് നമ്മുടെ എനർജി മാച്ച് ചെയ്യിക്കുക. യു ഗോട്ട് ഇറ്റ്? പണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു 432 ആണ് അതിന്റെ എനർജി വൈബ്രേഷൻ. 432 പണത്തിന്റെ എനർജി വൈബ്രേഷൻ. സമ്പൽ സമൃദ്ധിയുടെ എനർജി വൈബ്രേഷൻ 777 ആണ്. അപാരമായ സമ്പൽ സമൃദ്ധി നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. 432 ആണ്. അപ്പൊ നിങ്ങൾ 432 നിങ്ങൾ വൈബ്രേറ്റ് ചെയ്താൽ മതി, പണം നിങ്ങളിലേക്ക് വരും. മനസ്സിലാകുന്നുണ്ടോ? നല്ല ആരോഗ്യാവസ്ഥയുടെ വൈബ്രേഷൻ എന്താണ്? അതേപോലെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നല്ല വിജയം. നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്താണ്? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു, നിങ്ങൾ 528 432 ഞാൻ പറഞ്ഞല്ലോ, 432 ഇതേപോലെ തന്നെയാണ്. 528 528 എന്നുള്ള പോയിന്റിൽ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹീലിംഗ് ഫ്രീക്വൻസിയാണ്. ഹെൽത്ത് അസുഖങ്ങളെല്ലാം പെട്ടെന്ന് മാറും. അതെന്താണ്? ഇറ്റ്സ് ആൾസോ ദ ഫ്രീക്വൻസി ഓഫ് ലവ്. സ്നേഹത്തിന്റെ പോയിന്റ് കൂടിയാണ്. 528. സ്നേഹം നിറച്ചാൽ മതി ഉള്ളിൽ, അസുഖങ്ങൾ മാറും. അതിൽ നിങ്ങളുടെ എന്ത് സംഭവിക്കും? DNA റിപ്പയറിംഗ് നടക്കും. നിങ്ങളുടെ DNA വരെ ചേഞ്ചസ് നടക്കും. സ്ട്രെസ് കുറയും, ആൻസൈറ്റി കുറയും, എൻഹാൻസ് റിലാക്സേഷൻ കൂടും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഭയങ്കരമായിട്ടുള്ള ചേഞ്ചിലേക്ക് പോരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ എപ്പോഴും നിങ്ങൾ എന്താ വെച്ചാൽ ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രീക്വൻസി നിങ്ങൾ എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കുക. അതിനു വേണ്ടിയിട്ട് മെഡിറ്റേഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. മെഡിറ്റേഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. അതേപോലെ ഈ റേഞ്ചിലുള്ള 528 മ്യൂസിക്കുകൾ കേൾക്കുക. മ്യൂസിക്, ശബ്ദം ഒരു തരംഗമാണ്, ഫ്രീക്വൻസിയാണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള തരംഗം. സൗണ്ട് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു തെറാപ്പി തന്നെയാണ്. എത്ര പേർക്ക് അറിയാം? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടവരും കമന്റ് ചെയ്തേ. യെസ് എന്ന് കമന്റ് ചെയ്യും. കമന്റ് ആണ് യെസ്. സൗണ്ട് തെറാപ്പിയെ കുറിച്ച് കേട്ടിട്ടുള്ളത് ഞാൻ ഒരു പ്രാവശ്യം പോയി ചെയ്ത സംഗതി. സൗണ്ട് തെറാപ്പി പ്രത്യേക രീതിയിലുള്ള ബൗൾസ് ഉപയോഗിച്ചിട്ട് പ്രത്യേക മ്യൂസിക് കേൾക്കും. ടിബറ്റിലാണ് ഇത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് കാണും, ടിബറ്റൻ സമൂഹത്തിൽ. അപ്പോൾ സൗണ്ട് തെറാപ്പി എന്താ? സൗണ്ടിന്റെ പ്രത്യേകത എന്താ? ഓരോ സൗണ്ടുകളും ഡിഫറെന്റ് ഫ്രീക്വൻസിയാണ്. അത് നമ്മൾ നമ്മുടെ ശരീരത്തിന് തൊട്ടടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ റിലാക്സ്ഡ് ആയിപ്പോകും. അതൊരു ഹീലിംഗ് നടക്കണം. നമുക്ക് ഹീലിംഗ് നടന്നുകൊണ്ടേയിരിക്കും. ജസ്മി ചോദിക്കുന്നു 528 എത്താൻ എന്ത് ചെയ്യണം? സെൽഫ് ലവ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. 528 എത്താൻ വേണ്ടിയിട്ട് സെൽഫ് ലവ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അൺകണ്ടീഷണൽ ലവ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സെൽഫ് ലവ് ആദ്യം ചെയ്യുക, അതിൽ നിന്ന് അൺകണ്ടീഷണൽ ലവിലേക്ക് പോകണം. അതാണ് 528. അസുഖങ്ങൾ ഇങ്ങനെ മാറി നല്ല ഹെൽത്തി ആയിട്ട് മാറും. സോ വൈബ്രേഷൻ എനർജി. അപ്പൊ നിങ്ങൾക്ക് നല്ല ആരോഗ്യം മാനിഫെസ്റ്റ് ചെയ്യും. നല്ല ആരോഗ്യം മാത്രമല്ല അതിൽ മാനിഫെസ്റ്റ് ചെയ്യുക, നല്ല ബന്ധങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും, നല്ല അവസരങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. സോ ലോ ഓഫ് വൈബ്രേഷൻ, പ്രാക്ടീസ് സെൽഫ് ലവ്. ഓക്കെ, നന്നായിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം. മിറർ പ്രാക്ടീസ് ഒക്കെ ഉണ്ട്, നന്നായിട്ട് ചെയ്യും. നമ്മൾ EFT നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ EFT ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് 528 എത്താൻ പറ്റും. എസ്വർണോ EFT ചെയ്തവർക്ക് അറിയാം? എസ്വർണോ ഒന്ന് കമന്റ് ചെയ്തേ. EFT നമ്മുടെ കോഴ്സ് ചെയ്ത ആൾക്കാർക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. EFT ചെയ്ത ആൾക്കാർക്ക് അറിയാം
നമുക്ക് നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണം? നമ്മുടെ ഏറ്റവും വലിയ തടസ്സം നമ്മുടെ ഉള്ളിലുള്ള പെയിനാണ്. ഫ്രീക്വൻസി കൂട്ടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, നമ്മൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, നമുക്ക് കുറെ തടസ്സങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും? കുറെ പെയിൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ നമ്മൾ അറ്റാക്ക് ചെയ്യും. നമ്മൾ പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കോൺഷ്യസിലേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. നല്ല ചിന്തകൾ, നല്ല കാര്യങ്ങൾ, നല്ല പോസിറ്റീവ് തിങ്കിങ്, ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്, ഫോർഗിവൻ, ഇതൊക്കെ കൊടുക്കുമ്പോഴേക്കും ഉള്ളിൽ നിന്നൊരു എതിർപ്പുണ്ടാവും. ആ എതിർപ്പ് എന്താണ്? ഉള്ളിൽ നിന്ന് വരുന്ന എതിർപ്പ് എന്താണ്? ആ എതിർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ട്രോമാസ് ആണ്. ആ ട്രോമാസ് ഹീൽ ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന പെയിൻ ആണ്. ട്രോമ എന്ന് പറഞ്ഞാൽ വേദനാജനകമായ അനുഭവങ്ങൾ നമ്മളെ ബാധിച്ചൊരവസ്ഥയിൽ നമ്മൾക്ക് അത് അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ദേഷ്യം വരും, സങ്കടം വരും, ബുദ്ധിമുട്ട് വരും, പെയിൻ വരും. നമ്മുടെ ബാച്ച് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ നമ്മുടെ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. എസ് ഷാജി സാർ, എസ്, ഇതേപോലെ ആയിഷ, ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിൽ പല ആൾക്കാർക്കും എന്താ വെച്ചാൽ അത് അറിയാം അതെങ്ങനെയാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ആ എതിർപ്പ് ഉണ്ടാകും. ആ എതിർപ്പ് നമുക്ക് കൂളായിട്ട് മറികടക്കണമെന്നുണ്ടെങ്കിൽ ആ എതിർക്കുന്ന സംഗതികളെ ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് EFT. EFT നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതെല്ലാം നമ്മളിങ്ങനെ അരിവാളെടുത്തിട്ട് ഇങ്ങനെ വേരോടെ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് വേരോടെ ഇങ്ങോട്ട് പിഴുതെറിയാൻ പറ്റുന്ന സാധനങ്ങളാണ് EFT. അപ്പൊ EFT ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ എല്ലാ പെയിനും, സംഗതികളും, സങ്കടങ്ങളും, വിഷമങ്ങളും, ബുദ്ധിമുട്ടുകളും, കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും. ഓക്കെ, അത് ക്ലിയർ ചെയ്തതിനു ശേഷം നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സെൽഫ് ലവ് കൊടുക്കുക. അപ്പൊ ഒരു എതിർപ്പും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ പീക്ക് ലെവൽ ഒറ്റയടിക്ക് നിങ്ങൾ എന്ത് ചെയ്യും? 520 എത്താൻ പറ്റും. എത്ര പേര് അംഗീകരിക്കുന്നത്? സോണോ, അത് ഓൾറെഡി ചെയ്ത ആൾക്കാർക്ക് അറിയാം. ഡു അഗ്രി വിത്ത് മീ? ഇഫ് യു അഗ്രി വിത്ത് മീ, just comment out. Yes, of course. OFC എന്ന് കമന്റ് ചെയ്യുക. ഓഫ് കോഴ്സ് എന്നുള്ളത്. യെസ്, ഓഫ് കോഴ്സ്. OFC മാക്സിമം കമന്റ് ചെയ്യട്ടെ, കാരണം പല ആൾക്കാർക്കും ഇത് അറിയില്ല. OFC, ഓഫ് കോഴ്സ്. ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, പൂർണ്ണമായും ശരിയാണ്. ഇപ്പോ ലോ ഓഫ് വൈബ്രേഷൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ലോ ഓഫ് വൈബ്രേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. അടുത്തത് എന്താണ്? ലോ ഓഫ് വൈബ്രേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്ത പോയിന്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? അറിയോ? ഓർമ്മയുണ്ടോ? ലോ ഓഫ് വൈബ്രേഷൻ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞിരുന്നത്? ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ. ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? മൂന്നാമത്തെ പോയിന്റ് അതാണ്. മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റ് ചെയ്ത എന്താ പറഞ്ഞു? എങ്ങനെ? ഇൻഡ്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക്. യെസ്, അതായത് നമ്മുടെ ഉള്ളിൽ ഇൻറ്റ്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ നന്നായിട്ട് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന, EFT ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻറ്റ്യൂഷൻ വർദ്ധിക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് അഡ്വാൻസ് പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര പവർഫുൾ ആയിട്ട് ഇൻറ്റ്യൂഷൻസ് കിട്ടാൻ തുടങ്ങും. കാരണം അഡ്വാൻസ് പ്രോഗ്രാം ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും നമ്മുടെ സ്പിരിച്വൽ ഹീലിംഗിലാണ്. സ്പിരിച്വലി നമ്മൾ ഹീൽ ചെയ്യപ്പെടുന്ന സമയത്ത് അതിന്റെ ഒരു നോർമലി ബേസിക്കലി നമ്മൾ ഫോർഗിവ്നെസ് കൊടുക്കാനാണ് പറയുന്നത്. എന്നാൽ അഡ്വാൻസിൽ നമ്മൾ വേറൊരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, ഡിഫറെന്റ് സാധനമാണ്. അപ്പൊ അത് നമ്മൾ എന്ന് വെച്ചാല് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾക്ക് ഇൻറ്റ്യൂഷൻസ്, നല്ല ഐഡിയാസ്, ഇൻസ്പിറേഷൻ നമുക്ക് ഉള്ളിൽ നിന്ന്. നമുക്കിപ്പോൾ പലപ്പോഴും നമുക്കൊക്കെ എന്ന് വെച്ചാൽ മോട്ടിവേഷനാണ്. നമുക്ക് ഇതേപോലുള്ള ക്ലാസ്സുകൾ കേട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആവും. ഇതേപോലെ ക്ലാസ്സുകൾ കേൾക്കും. ഓക്കെ, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു ദിവസം ക്ലാസ് കേട്ടു, ഓക്കെ, നല്ല എനർജി. അടുത്ത ദിവസം ക്ലാസ് കേൾക്കുന്നു, നല്ല എനർജി. അടുത്ത ദിവസം ക്ലാസ് കേൾക്കുന്നു, നല്ല എനർജി. അതിനിടയിൽ ഷാഫി സാറെ കിട്ടാനില്ല. ഓക്കെ, കുറച്ചൊന്ന് ഡൗൺ ആയി. ഓക്കെ, വേറെ ക്ലാസ് ആണെങ്കിൽ ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ച് എനർജി. ഓക്കെ, കേട്ടു. ക്ലാസ്സുകൾ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം. വാട്ട് ഇഫ് യു ക്യാൻ ക്രിയേറ്റ് അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് മോട്ടിവേഷൻ ഫ്രം വിത്തിൻ? ആ മോട്ടിവേഷന് പറയുന്ന പേരാണ് പ്രചോദനം. അതിനെ പറയുന്ന പേരാണ് ഇൻസ്പിറേഷൻ. ഇൻ സ്പിരിറ്റ്, നിങ്ങളുടെ ആത്മാവിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഇൻസ്പിറേഷൻ ലഭിക്കാൻ അഡ്വാൻസ് പ്രോഗ്രാം ശരിക്കും നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ 3, 4, 5 തീയതികൾ നടക്കുന്നുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻസ്പിറേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ജനറേറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ വി ഹാവ് ടു ഓപ്പറേറ്റ് ഫ്രം എ ഡിഫറെന്റ് ലെവൽ ഓഫ് സ്പേസ്. ഡിഫറെന്റ് സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറേറ്റ് ചെയ്യണം.
നമ്മുടെ ഇന്റൻഷൻസ് വേറെയാണ്, നമ്മുടെ തിങ്കിങ് വേറെയാണ്. നമ്മൾ ജെനുവിനിറ്റി എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമ്മളെ റിയാലിറ്റി, ഒത്തന്റിസിറ്റി, ജെനുവിനിറ്റി ആൻഡ് ലൈക്ക് സിൻസിയറിറ്റി എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എത്തപ്പെടും. അവിടെ റിയൽ എസെൻസ് ഓഫ് യുവർ സെൽഫ് വിച്ച് ഇസ് യുവർ സോൾ നിങ്ങൾ കണക്റ്റഡ് ആകും. ആ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ സോൾ നിങ്ങളായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ കണക്ട് ആയി കഴിഞ്ഞാൽ യു ബിക്കം ദാറ്റ് സോൾ. യു ബിക്കം ദാറ്റ് സോൾ when you are in spirit, you are in inspiration. അങ്ങനെ പ്രചോദിതനായിട്ടുള്ള ഇൻസ്പയർഡ് ആക്ഷൻസ് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, നിങ്ങൾ യു വിൽ ബി ഗൈഡഡ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഗൈഡ് ചെയ്യപ്പെടും. നോട്ട് ടു ജസ്റ്റ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളിലേക്കല്ല, വലിയ ബിഗ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തപ്പെടും. വലിയ ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റു പലരും ചെയ്ത് കാണിക്കുന്നത് കണ്ടിട്ട് മറ്റു പലരുടെയും ആശയങ്ങളാണ് നിങ്ങൾ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ കോപ്പി അത് നിങ്ങളുടേതല്ല. അത് നിങ്ങളുടേതല്ല. നിങ്ങളുടേത് ഉള്ളിൽ നിന്ന് ഒറിജിനൽ സാധനം വരാൻ, ആ ഒറിജിനൽ സാധനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരാൻ, അത് വരണം. പ്യൂർ സാധനം വരാൻ. ഇത് വന്നു കഴിഞ്ഞാണല്ലോ അത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വേറെ ലെവലിൽ നിങ്ങൾ പോകും. That will guide you. Non-stop happiness, non-stop joy, non-stop love will come from. അതിനെ നയിക്കുന്നത് സ്നേഹമായിരിക്കും, അതിനെ നയിക്കുന്നത് പ്രണയമായിരിക്കും, അത് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആശയങ്ങളായിരിക്കും, പ്രൊജക്റ്റുകളായിരിക്കും. When you have that, it's a different kind of energy you have. ആ എനർജി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. I want you to have that. It's such a beautiful energy. You should have it. വേറെ ആരും പറയുന്നത് കേട്ടിട്ടല്ല, ഉള്ളിൽ നിന്ന് വരണം നിങ്ങളുടെ സാധനം. ഉള്ളിൽ നിന്ന് വരാനുള്ളത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫോർമേഷൻ. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഭയങ്കര ഈസിയാണ്. ബിക്കോസ് നിങ്ങളുടെ എനർജി ഇതിലേക്ക് മാറും. 600, 700 മുകളിലേക്ക് പോകും. 500, 600, 700 ലെവലിലേക്ക് പോകും. നിങ്ങൾ ഹയർ ഡയമെൻഷനിൽ നിന്ന് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റ് ആകും. അതാവട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞത്. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഇത് നിങ്ങൾ അനുവദിക്കാം. ദയവ് ചെയ്ത് നിങ്ങളെ പിടിച്ചു വെക്കാതിരിക്കും. അതിനെവിടെ പോകണം, എന്ത് പഠിക്കണം, ഏത് കോഴ്സ് ചെയ്യണം, ആരെ കാണണം, ആരോട് ചോദിക്കണം, ഈഗോ മാറ്റിവെക്കുക, സമർപ്പിക്കുക. ഈഗോ ഡെത്ത് സംഭവിക്കുമ്പോഴാണ്, ഈഗോക്ക് മരണം സംഭവിക്കുമ്പോഴാണ്, ഞാനെന്ന ഭാവത്തിന് ഞാനെന്തോ ശരിയാണെന്നുള്ള, ഞാനെന്തോ വലുതാണ്, ഞാനെന്തോ സ്പെഷ്യലാണ്, എനിക്കെന്തോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തോന്നുന്ന, ഞാൻ ചിന്തിക്കുന്ന എൻ്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ ഉപയോഗിച്ച് ഞാൻ ചിന്തിച്ചു കൊടുക്കുന്ന ചിന്തകളിൽ നിന്നെല്ലാം മോചിതനാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സമർപ്പണമാണ്. എനിക്കൊന്നും അറിയില്ല, ഇനിയും എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് എന്താണോ, സ്പിരിച്വൽ മാസ്റ്റേഴ്സ് പറയുന്നത് എന്താണ്, അതിലേക്ക് നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ് ഇൻസ്പിറേഷൻ. സോ ലോ ഓഫ് ഇൻസ്പിറേഷൻ, അതിൽ നിന്ന് നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആക്ഷൻ വരുന്നില്ല, നിങ്ങൾ നിങ്ങളെ ഫോഴ്സ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾക്ക് പവർ ഇല്ല, നിങ്ങൾ ഫോഴ്സ് ആണുള്ളത്. ഫോഴ്സും പവറും തമ്മിൽ വ്യത്യാസം. രണ്ടും അർത്ഥം ശക്തി എന്നുള്ളതാണ്. ഒന്ന് മനഃപൂർവ്വം നിങ്ങളായിട്ട് ഫോഴ്സ് ചെയ്യണം, ശക്തി കൊടുക്കണം. മറ്റുള്ളിൽ നിന്ന് ഫോഴ്സ്
നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകും. ഒന്ന് പുള്ളിങ് എനർജിയാണ്, ഒന്ന് പുഷിങ് എനർജിയാണ്. നിങ്ങൾ പുഷ് ചെയ്തിട്ട് പോകണം ലക്ഷ്യത്തിൽ. നിങ്ങൾ നിങ്ങളെ തള്ളി കൊണ്ടുപോകണം ലക്ഷ്യത്തിൽ. ഭയങ്കര പാടാണ്, ഭയങ്കര സ്ട്രഗിളിങ്. മറ്റേത് നിങ്ങളെ അങ്ങ് പുള്ളി വലിച്ചെടുക്കും. വേറെ ലെവലാണ്. ഐ വാണ്ട് യു ടു എക്സ്പീരിയൻസ് ദാറ്റ്. എല്ലാം ഈസിയാണ്, എല്ലാം എളുപ്പമാണ് അവിടെ. പക്ഷെ ആ ഒരു ഘട്ടത്തിലേക്ക് പോകും പല പരീക്ഷണങ്ങളും ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ അധികം സമർപ്പണം, തക്കവ മനസ്സിൽ കൊണ്ടുവരിക, സമർപ്പണം മനസ്സിൽ കൊണ്ടുവരിക, നന്മ മാത്രം, പ്യൂർ ലവ് മാത്രം കൊണ്ടുവരിക. ഓക്കെ, ദാറ്റ് വിൽ ഗൈഡ് യു, ദാറ്റ് വിൽ ടേക്ക് യു ദെയർ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ട? പ്രോജക്റ്റ് ആശയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നു. ആ ആശയത്തിന്റെ പിന്നാലെ നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ആക്ട് ചെയ്യണം, വിശ്വസിക്കുകയാണ്. ഇതെനിക്കുള്ളതാണ്, ഇതെനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇതാണ് എൻ്റെ വഴി. ആ ഇൻസ്പയർഡ് ആക്ഷനിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പ്രയാസമല്ല. എത്ര നേരം വേണമെങ്കിലും പഠിക്കാം, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, നിങ്ങൾ എന്തും ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു. എത്ര വേണമെങ്കിലും വായിക്കാം, എത്ര വേണമെങ്കിലും, എത്ര നേരത്തെ വേണമെങ്കിലും ഉറങ്ങാതിരിക്കാം, എത്ര നേരത്തെ വേണമെങ്കിലും എണീക്കാം, പ്രിപ്പയർ ചെയ്യാം. സോഷ്യൽ മീഡിയയോട് നോ പറയാം, എത്ര ദിവസങ്ങൾ വേണമെങ്കിലും നോ പറയാം. It doesn't matter because you are in love. You are in the frequency of love and frequency of greater purpose. അവിടെ നിങ്ങളുടെ ചെറിയ പ്രശ്നങ്ങളില്ല, നിങ്ങളുടെ ചെറിയ സങ്കടങ്ങളില്ല, നിങ്ങളുടെ എനിക്ക് സ്നേഹം കിട്ടിയില്ല, അവനെന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല, അവനെന്നെ പരിഗണിച്ചില്ല, അവനെന്റെ കൂടെ കൂട്ടിയില്ല. എന്തിനു നിങ്ങൾക്ക് എന്തിനു വേണം? നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ആരും വേണ്ട. നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ശക്തിയുള്ള, നിങ്ങൾ അതിലും വലിയ ഒരാളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഭയങ്കര പ്യൂർ കണക്ഷനിൽ നിങ്ങളുടെ കൂടെയുള്ളത് ഈ ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ സീക്രട്ട് ആയിട്ടുള്ള വൈബ്രേഷണൽ എനർജി എന്ന് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ടീം വിളിക്കുന്ന, എന്നാൽ ദൈവം എന്ന് വിളിക്കുന്ന, വിശ്വാസികൾ വിളിക്കുന്ന ആ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ, ആ ശക്തി നിങ്ങളെ നയിക്കുമ്പോൾ, who else you need, why you are scared? നിങ്ങൾക്ക് ഭയമില്ല, you are in the right track. നിങ്ങൾ എന്തും ചെയ്യാൻ റെഡിയാണ്. മനസ്സിലാവുന്നുണ്ടോ? You are guided by higher power. So ഇതിലേക്ക് നിങ്ങൾ എത്തണം. Okay? Guided by higher power. Go and have that. Experience that. Then life becomes like, everything becomes no pain there, only love. No struggle there, only improvements, only growth. Growth ആണുള്ളത് അവിടെ. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് യു ആർ ഗ്രോയിങ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ. നിങ്ങൾ എന്തിലൂടെയാണോ കടന്നു പോകുന്നത്, എന്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, അതിലൂടെ നിങ്ങൾ ഗ്രോ ചെയ്യുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാവും. അത് എത്ര പെയിൻഫുൾ ആണെന്ന് സാധാരണക്കാരന് തോന്നിയാലും നിങ്ങൾക്കത് പെയിൻ ആയിരിക്കില്ല. നിങ്ങൾക്കത് മധുരമുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ്. ആ പെയിന് നിങ്ങൾ ആഗ്രഹിക്കും. ആ പെയിന് നിങ്ങൾ വേണം, കൂടുതൽ തരണം എന്ന് ആഗ്രഹിക്കുക. കാരണം നിങ്ങൾക്കറിയാം ആ പെയിന് നിങ്ങളുടെ ക്ഷമ വർദ്ധിപ്പിക്കുകയാണ്, ആ പെയിന് നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ്, ആ പെയിന് നിങ്ങളുടെ സ്ട്രെങ്തായി മാറാൻ പോവുകയാണ്. ആ പെയിനാണ് നിങ്ങളുടെ ഫ്യൂവൽ, ആ പെയിനാണ് നിങ്ങളെ നയിക്കാൻ പോകുന്നത്, ആ പെയിനാണ് നിങ്ങൾക്ക് വിസ്ഡം തരാൻ പോകുന്നത്, ആ പെയിനാണ് നിങ്ങളുടെ പരീക്ഷണം. ആ പരീക്ഷണം വിജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട്, അത് മറികടക്കുമ്പോൾ കിട്ടുന്നത്. That kind of journey you will be having. Enjoy that journey. അപ്പോൾ ഇൻസ്പയർഡ് ആക്ഷൻ, ആ ഇൻസ്പയർഡ് ആക്ഷൻ എന്തുണ്ടാകും? പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ആകും. സോ നാലാമത്തെ പോയിന്റ് എന്തായിരുന്നു? ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ. നാലാമത്തെ പോയിന്റിലേക്ക് വരാം. ലോ ഓഫ് കറസ്പോണ്ടൻസ് അല്ലേ? ലോ ഓഫ് കറസ്പോണ്ടൻസ് എന്താ പറഞ്ഞത്? യുവർ ഔട്ടർ വേൾഡ് റിഫ്ലെക്ട്സ് യുവർ ഇന്നർ വേൾഡ്. നമ്മൾ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ആൻഡ് ബിലീവ്സ് ടു ഷിഫ്റ്റ് യുവർ എക്സ്റ്റേണൽ സെൻസ്. ഔട്ടർ വേൾഡിൽ ഇന്നർ വേൾഡിൽ നമുക്ക് എന്തുണ്ടാവണം? മാച്ചിങ് ആയിരിക്കും. നോ കോൺഫ്ലിക്ട്സ് അല്ലെ? വിരോധാഭാസം ഉണ്ടാവരുത്, വിയോജിപ്പ് ഉണ്ടാവരുത്. ഉള്ളിൽ എന്താണോ ഉള്ളത്, പുറത്തെന്താണോ ആഗ്രഹിക്കുന്നത് അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ബിലീഫ് ഉണ്ടായിരിക്കും. ഉള്ളിൽ ഒരു ബിലീഫ്, ഉള്ളിൽ ഒരു ഡൗട്ട്, ഉള്ളിൽ ഒരു സംഗതികൾ കൊണ്ടുവരിക, എന്നിട്ട് എന്താ പുറത്ത് വേറെ സാധനമുണ്ട്, ആഗ്രഹങ്ങൾ പറയും. റിച്ച് ആവണം എന്ന് ആഗ്രഹിക്കുക, എന്നിട്ട് ഉള്ളിലൊരു ബിലീഫ്, റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ദുഃഖിതരാണെന്ന്.
റിച്ച് ആവണം എന്ന് ആഗ്രഹിക്കുക, എന്നിട്ട് ഉള്ളിൽ ഒരു ബിലീഫ് എന്ത്, സമ്പന്നനാവണം എന്ന് ആഗ്രഹിക്കുക, എന്നിട്ട് ഉള്ളിൽ ഒരു ബിലീഫ് കൊണ്ടുനടക്കുക എന്ത്, റിച്ച് ആയാൽ സമാധാനം നഷ്ടപ്പെടും, അല്ലെങ്കിൽ റിച്ച് ആയ ആൾക്കാർ സെൽഫിഷ് ആണ്, റിച്ച് ആയ ആൾക്കാർ എന്തോ നമ്മളെ ഒരു മോശം കണ്ണോട് കൂടിയാണ് കാണുന്നത്, അവർക്ക് അഹങ്കാരമാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരിക്കലും ആ റിച്ച്നെസ് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, കാരണം നിങ്ങൾ അതിനെ വെറുക്കുന്നു. അതാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് വേണം? ലോ ഓഫ് കറസ്പോണ്ടൻസ് വർക്ക് ചെയ്യണം. എന്താ കറസ്പോണ്ടൻസ്? നമ്മുടെ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനോട് മാച്ച് ആവുന്ന വിശ്വാസങ്ങൾ കൊണ്ട് നടക്കും. ഒരു ഫിയർ പോലും പാടില്ല. നിങ്ങൾ റിച്ചായി, നിങ്ങൾ ഭയങ്കരമായിട്ട് വളർന്ന് കരിയേഴ്സിൽ ഭയങ്കരമായിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഫേമസ് ആവും. പക്ഷെ നിങ്ങൾ ഫേമസ് ആകുന്നതിനെ നിങ്ങൾ ഭയക്കുകയാണ്. ഇതൊരു കോൺഫ്ലിക്റ്റ് ആണ്. കാരണം ലോകത്തിന് നിങ്ങൾ ആവശ്യമുണ്ടാകും. അപ്പൊ നിങ്ങൾ പക്ഷെ ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തിന് പിന്നെ ആരും അറിയണ്ട, ചിലപ്പോൾ എന്താകും? അതൊരു ലോ ഓഫ് കറേജ്. അപ്പൊ നിങ്ങൾ ഒതുങ്ങി, പല അബണ്ടൻസും നിങ്ങൾക്ക് അതിലൂടെ സ്റ്റോപ്പ് ആകും. സോ അലോ എവറിത്തിങ് ടു ഹാപ്പൻ. വൈ യു നീഡ് ടു വറി എന്ന് നമ്മളോട് ചോദിക്കണം. എന്തിനാണ് ഞാൻ വറി ആവുന്നത്? ആരെയാണ് ഞാൻ ഭയക്കുന്നത്? എവിടെ നിന്നാണ് എനിക്ക് ഇത് ഭയം വന്നത്? ഇത് ഏത് ട്രോമയിൽ നിന്നാണ് വരുന്നത് എന്ന് സ്വയം ചിന്തിച്ച് അത് കറക്റ്റ് ചെയ്ത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് ഉള്ളിലുള്ള കോൺഫ്ലിക്ട്സ്, ഉള്ളിലുള്ള ഒരു കറസ്പോണ്ടൻസ് ഇല്ലായ്മ, ആ കോൺഗ്രുവൻസ് ഇല്ലായ്മ, ആ ചേർച്ച ഇല്ലായ്മ ഫിക്സ് ചെയ്യണം. അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടി പോകാതെ എന്തുകൊണ്ട് അതെനിക്ക് വരുന്നു എന്ന്. അതിന് EFT ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ഹീൽ ചെയ്യുക. ഇരുന്ന് ടാപ്പ് ചെയ്യും, ട്രോമ എടുക്കുക, ഹീൽ ചെയ്യുക. അഡ്വാൻസ് പ്രോഗ്രാമിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ഇൻഡെപ്ത് ടൈം ട്രാവൽ തെറാപ്പി ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യും. ഇവിടെ അഡ്വാൻസ് പ്രോഗ്രാമിൽ ടൈം ട്രാവൽ തെറാപ്പി ശരിക്കും പവർഫുൾ ആണ്. ലൈക്ക് നമ്മൾ ശരിക്കും ലിറ്ററലി നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പാസ്റ്റിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഒരു പോയിന്റ് പറയും, സന്തോഷം ആഘോഷിച്ചാൽ ദുഃഖം തേടി വരും എന്ന ഭയം ഒന്നിലും എൻജോയ് ചെയ്യാൻ കഴിയില്ല. അതൊരു മറ്റൊരു നേരത്തെ പറഞ്ഞ കറസ്പോണ്ടൻസ് ഇല്ലായ്മയാണ്. സന്തോഷം വേണം, എന്നാൽ എന്താ ചിന്തിക്കുന്നത്? കൂടുതൽ സന്തോഷിച്ചാൽ ദുഃഖം വരും എന്നുള്ള വിശ്വാസം കൊണ്ടുനടക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ മൈൻഡിലുള്ള ബ്ലോക്കാണ് അല്ലേ? ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് ചിരിക്കുകയോ? ആൾക്ക് ചിരിക്കാനുണ്ട്, ആള് ലിമിറ്റ് ചെയ്യല്ലേ. ഒരുപാട് ചിരിച്ചാൽ കുറച്ച് കരയേണ്ടി വരും. എന്നാൽ അനാവശ്യമായ അൺഹെൽത്തി ആയിട്ടുള്ള വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നവരും അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ദുഃഖം വരും, അത് വേറെ കാര്യം. പിന്നെ ചിരിച്ചാതിരുന്നിട്ട് എന്ത് കാര്യം? ശരിയല്ലേ? മാക്സിമം ചിരിക്കാൻ കിട്ടിയ മാക്സിമം ചിരിച്ചാൽ അത്രയും നല്ലത്. ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ദുഃഖം വരും, അത് ഉറപ്പാക്കാറ്. സോ അപ്പൊ അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ഒഴിവാക്കും. ബി ഹാപ്പി, എൻജോയ് ആൻഡ് സ്പ്രെഡ് ദ ലവ്. ഇത് മതി. ഓക്കെ, നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ലോ ഓഫ് കറസ്പോണ്ടൻസ് പറഞ്ഞു. ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട്, അഞ്ചാമത്തെ പോയിന്റ് കർമ്മ എന്ന് പറയും. നമ്മൾ ഇന്നലെ പറഞ്ഞതാ. എവറി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ. വാട്ട് യു പുട്ട് ഔട്ട് കം ബാക്ക്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടും. അപ്ലിക്കേഷൻ പ്രാക്ടീസ് ഇന്റഗ്രിറ്റി, സത്യസന്ധത പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നിങ്ങളോടും ആൾക്കാർ സത്യസന്ധരായിരിക്കും. നിങ്ങൾ സത്യസന്ധത പ്രാക്ടീസ് ചെയ്യുന്നില്ല, നിങ്ങളെ വേറെ ആരെങ്കിലും ചതിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ സത്യസന്ധരല്ല. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. കൈൻഡ്നെസ്, ദയ പ്രാക്ടീസ് ചെയ്യാം. റെസ്പോൺസിബിലിറ്റി ടു അട്രാക്ട് പോസിറ്റീവ് എനർജി, നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. റെസ്പോൺസിബിലിറ്റി പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റി വരണം എന്നുള്ളതിൽ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. നെഗറ്റിവിറ്റി വരുന്നതിന്റെയും ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. ഞാനാണ് എല്ലാത്തിന്റെയും കാരണം. ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്. ഞാൻ ചെയ്ത എന്റെ ഉദ്ദേശത്തിന്റെ. നിങ്ങൾ ഒരാളെ പോയിട്ട് ഉപദ്രവിക്കേണ്ട. നിങ്ങൾക്ക് കർമ്മ വർക്ക് ചെയ്യാൻ നിങ്ങളുടെ ഉദ്ദേശം കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളൊരു പ്രൊജക്ട് ചെയ്യണം. ആ പ്രൊജക്റ്റിൽ ഒരു ഉദ്ദേശം ഒളിച്ചു വെക്കുകയാണ്. ഒരു മോശം ഉദ്ദേശം, നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അയാളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അയാളെ സഹായിക്കാൻ പോകുന്നു. ഉദ്ദേശത്തിൽ എന്തുണ്ട്? അവിടുന്ന് പോയി, തോട്ട് പോയി, വൈബ്രേഷൻ പോയി, നിങ്ങളുടെ കയ്യിൽ ഇല്ല, അത് കിട്ടൂല, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ദുരുദ്ദേശം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? സാധനം യൂണിവേഴ്സിലേക്ക് പോയി, ഓർഡർ യൂണിവേഴ്സിലേക്ക് പോയി. എന്ത്? ചതി. നിങ്ങളുടെ ഉള്ളിൽ അയാളെ ചതിക്കാൻ, അയാളെ ഉപയോഗിക്കാം, യൂസ് ചെയ്യാം എന്ന ഉദ്ദേശം. എന്റെ പ്രൊജക്ട് വളരാൻ വേണ്ടിയിട്ട് അയാളുടെ കൂടെ ഇപ്പോൾ നല്ലത് അഭിനയിച്ച്, നല്ല സപ്പോർട്ടീവായിട്ട് അഭിനയിച്ച് അയാളെ ഉപയോഗിക്കാം എന്നൊരു ഉദ്ദേശം നിങ്ങളുടെ ഉള്ളിൽ
വെച്ചുകൊണ്ട് നിങ്ങൾ ഒരാളെ സഹായിക്കാനോ കാര്യത്തിനോ നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജെനുവിൻ അല്ല, അതിൽ കളങ്കം ചേർത്തിരിക്കുകയാണ്. ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം പ്രോപ്പറായിട്ട് പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അത് ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് ഉദ്ദേശത്തിൽ ഒരു കളങ്കവും ഇല്ലാതെ അദ്ദേഹത്തെ അങ്ങനത്തെ ഒരു ദുരുദ്ദേശം മനസ്സിൽ വെക്കാതെ, ഒളിപ്പിച്ചു വെക്കാതെ നിങ്ങൾ കാര്യങ്ങൾ ഇല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾ അങ്ങനെ ഒളിപ്പിച്ചു വെച്ചോ, പ്രവൃത്തിയിൽ നിങ്ങൾ അതിലേക്ക് ചെയ്യാൻ പോകുന്നതിന് മുൻപേ യൂണിവേഴ്സിൽ നിങ്ങൾ ആ വൈബ്രേഷൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ആ വൈബ്രേഷൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണോ സെൻഡ് ചെയ്യണത് തിരിച്ചിങ്ങോട്ട് കിട്ടും. കാരണം യൂണിവേഴ്സിന് എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് സെൻഡ് ചെയ്യണ്ട, പറയണ്ട, പ്രവൃത്തിയിലൂടെ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഇന്റൻഷൻ പോയാൽ മതി. ആ ഇന്റൻഷൻ വൈബ്രേഷൻ ഒരു തോട്ട് വൈബ്രേഷൻ ആണ്. ആ ഇന്റൻഷൻ ഞാൻ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, എത്ര വട്ടം ചിന്തിച്ചിട്ടുണ്ടോ കഴിയും. പണി വരും, പണി വന്നിരിക്കും, പണി കിട്ടിയിട്ടുണ്ട്. ആർക്കും അവിടെ കിട്ടാത്തത് പറ. അങ്ങനെ ചെയ്ത ആൾക്കാർക്ക് ആർക്കാ സന്തോഷമുള്ളത്? എന്തൊക്കെയോ ഫൈനാൻഷ്യൽ നേട്ടമൊക്കെ ചിലപ്പോൾ നേടിയെന്ന് വരും, പക്ഷെ വേറെ രൂപത്തിൽ പണി കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രൊജക്ട് എന്തെങ്കിലും കളയും. സോ നിങ്ങളൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബി ജെനുവിൻ, അല്ലെങ്കിൽ ചെയ്യാതിരിക്കണ്ട. കാരണം യൂണിവേഴ്സ് ഇതെല്ലാം സൃഷ്ടിച്ച യൂണിവേഴ്സൽ പവർ ഉണ്ടല്ലോ, മണ്ടനല്ല. നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ യൂണിവേഴ്സിൽ. ഇത്രയില്ല പൊടിയോളം ഇല്ല, കടുകപൊടിയോളം പോലും ഇല്ല. ഈ നമ്മളെ കിടന്നിട്ട് ചിന്തിക്കിച്ചു കൂട്ടുന്നു. ഈ കിടന്ന നമ്മളാണ് എന്ത് ചെയ്യുന്നത്, ഈ യൂണിവേഴ്സുമായിട്ട് കളിക്കുന്നത്. ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ്, ഞാൻ അതാണ് ഇതാണ്. നീ ഒരു തേങ്ങയുമല്ല എന്ന് കാണിച്ചു തരും നിമിഷങ്ങൾക്കകം. മൂക്കുത്തി വീഴും, എന്നിട്ട് നീ അവിടെ പോയിട്ട് കാൽക്കിൽ വീഴും. ഐ ആം സോറി. അന്ന് മുതൽ നിന്റെ ഉള്ളിൽ നന്മ ഉണ്ടായി, ആ നന്മയിൽ ജെനുവിൻ ആയിട്ട് നീ നിന്നാൽ വീണ്ടും നിനക്ക് രക്ഷപ്പെടും. യൂണിവേഴ്സ് എന്നും കരുണയുള്ളവൻ, യൂണിവേഴ്സ് എന്നും ദയുള്ളവൻ, യൂണിവേഴ്സ് എന്നും നിങ്ങൾ എത്ര പെട്ടെന്ന് മാറുന്നു അത്ര പെട്ടെന്ന് നിങ്ങളിലേക്ക് അബണ്ടൻസും നന്മയും നൽകുന്ന യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സിനോട് എന്തിനാ ദയവ് ഇത്തരത്തിലുള്ള കള്ളക്കളി കളിക്കുന്നത്? സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. തിരിച്ചറിവില്ലാത്ത സമയത്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചറിഞ്ഞല്ലോ. സോ ലോ ഓഫ് കർമ്മ, ലോ ഓഫ് കർമ്മ, എന്ത് കൊടുക്കുന്നുവോ അത് ലഭിക്കും. സോ ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങളുടെ ഇന്റൻഷൻ പോലും മതി, റോങ് ഒരു ഇന്റൻഷൻ ഉണ്ടായാൽ മതി, പണി കിട്ടും. നിങ്ങൾ ഒരു പണി എടുക്കേണ്ട, അയാൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യവിട. ആ ഇന്റൻഷൻ വന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോർഗിവ്നെസ് ചോദിക്കണം. അതിന് വേറെ വഴിയൊന്നുമില്ല. എന്നിട്ട് അത് പ്യുവർ ഇന്റൻഷൻ ആക്കി മാറ്റണം. അറിയാതെ ഇങ്ങനെ ചിന്ത വന്നു പോയി പടച്ചോനെ, അറിയാതെ ചിന്ത വന്നു പോയി കർത്താവെ, അറിയാതെ ഇങ്ങനെ ചിന്ത വന്നു പോയി ഈശ്വര, സോറി, ഞാൻ എന്താ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നത്, എനിക്കെല്ലാം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അവിടെ നിങ്ങൾ ചോദിച്ചാൽ, അവിടെ നിങ്ങൾ ഈഗോ എടുത്ത് മാറ്റുക. ഐ എം സോറി പ്ലീസ്. നമുക്ക് ശരിയായ വഴി മതി. ആ ശരിയായ വഴിയിലൂടെ ശരിയായ ഉദ്ദേശം മതി, ശരിയായ ഉദ്ദേശം മതി, ശരിയായ ഉദ്ദേശം മതി, ശരിയായ ഉദ്ദേശം മതി. ആ വഴിയിലൂടെ നമുക്ക് പോകാം. ഓക്കെ, നടക്കൂലേ? അതേ നടക്കൂ, വേറെ വഴിയില്ല. അതേ നടക്കൂ, വേറെ വഴിയില്ല. വേറെ അതിബുദ്ധി ഒന്നും കാണിക്കണ്ട. നമുക്ക് എന്ത്, നമ്മൾ എന്ത്? ശരിയാണോ? അല്ലേ? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇറക്കി വെക്കുക, അതിബുദ്ധിയൊക്കെ ഇറക്കി വെക്കുക. അപ്പൊ നമ്മുടെ യഥാർത്ഥ ബുദ്ധി വരും, വിസ്ഡം. ലോജിക് അല്ല, ലോജിക് ഒന്നുമല്ല, ലോജിക്കൽ തിങ്കിങ് ഒന്നുമല്ല. വിസ്ഡം ഉണ്ട്, വിസ്ഡം. എൻലൈറ്റ്മെന്റ് ഉണ്ട്, ഭയങ്കര പവർഫുൾ സാധനം. എൻലൈറ്റ്മെന്റ് കിട്ടിയ ആൾക്കാർക്ക് ഇവിടെ എന്തും പോസിബിളാ, അത് വേറെ കാര്യം. വിസ്ഡം കിട്ടിയ ആൾക്കാർക്ക് വളരെ കാര്യങ്ങൾ സ്മൂത്ത് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ട്? എൻലൈറ്റ്മെന്റ് കിട്ടിയ ആൾക്കാർ 7th ഡയമെൻഷനിലാണ്. എൻലൈറ്റ്മെന്റ് കിട്ടിയ ആൾക്കാർക്ക് എല്ലാം അറിയാം. അവർക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. അവർക്ക് എല്ലാം കാണാം, എല്ലാം അറിയാം, ഫ്യൂച്ചർ അറിയാം, നാളെ കാണാം, ഇന്ന് കാണാം. അവരിപ്പം കൊച്ചിയിലേക്ക് മലപ്പുറത്തുള്ള ഒരാൾ കൊച്ചിയിലേക്ക് പോയാലും മലപ്പുറത്ത് നിന്ന് നടക്കണമെന്ന് അവർക്ക് അറിയാം. ക്ലെയർ വോയൻസ് എന്ന് പറയുന്ന ഒരു കഴിവുണ്ട്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടല്ലോ, മാനുഷികമായ കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ട്.
പക്ഷെ ഇതൊക്കെ ഈസിലി അച്ചീവബിൾ ആണ്. ഇവിടെ അതൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അറിയുന്ന ആൾക്കാർ ഇത് പറഞ്ഞു നടക്കില്ല എന്നുള്ളത്. ആ സ്റ്റേജിലെത്തിയാൽ പിന്നെ മിണ്ടൂല. അത് അങ്ങനെ സ്റ്റേജിലെത്തിയാൽ പിന്നെ മിണ്ടാതെ ആവും, ആരോടും പറയൂല. അത് അതിന്റെ നിയമം അങ്ങനെയാണ്, അത് അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ആരും അധികം മിണ്ടൂല. അതുകൊണ്ടാണ് നിങ്ങൾ അധികം ആരും അറിയാത്തത്. കാരണം ആ സ്റ്റേജിൽ എത്തിയ ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്കാർ അങ്ങനെ ചേഞ്ച് ആവും. മനസ്സിലാവുന്നുണ്ടോ? അവർക്കൊരിക്കലും അഹങ്കാരം ഉണ്ടാവില്ല. അവർക്കൊരിക്കലും അത് നാട്ടുകാരെ കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ ആ നാട്ടുകാരെ കാണിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്തവരെ അവിടെ എത്തും. മനസ്സിലാവണ്ടേ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? അതൊക്കെ ആരുടെ മറ്റുള്ളവരെ കാണിക്കണം, കഴിവ് കാണിക്കണം, അതൊക്കെ ആരുടെ ഇഷ്യൂസാ? ഈഗോ ഉള്ളവന്റെ ഇഷ്യൂസാ. തേർഡ് ഡയമെൻഷനിൽ ജീവിക്കുന്നവന്റെ ഇഷ്യൂസാണ്. അതിന്റെ ഒരു പ്രത്യേകത അതാണ്. ഈ തേർഡ് ഡയമെൻഷനിൽ ജീവിക്കുന്ന ആൾക്ക് മാത്രമേ ഈ ആഗ്രഹങ്ങളുള്ളൂ, വലിയ സ്വപ്നങ്ങളുള്ളൂ. ഇതൊക്കെ കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണം, മറ്റേതാവണം, മറിച്ചാവണം, നിങ്ങൾ ഭയങ്കരമായ മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറഞ്ഞതൊക്കെ വല്ലതും മനസ്സിലാവണം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? എനിക്ക് അറിയില്ല. ഗുഡ് ഗുഡ്. ഇത് ആവശ്യമുള്ളതാണോ? ഞാൻ എന്തൊക്കെയോ പറഞ്ഞ അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾ രാവിലെ തന്നെ എണീറ്റിരുന്നിട്ട് എന്തൊക്കെ പിച്ചിമ്പേ പറയുന്നേ, താനത് തേങ്ങയാടോ ഈ പറയുന്നേ എന്നുള്ള തോന്നല് വരുന്നുണ്ട്. ഇസ് ഇറ്റ് ഗുഡ്? എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് ഇതൊക്കെ വല്ലതും സാറേ പറഞ്ഞോളൂ. സാറേ, ഇത് വർക്കൗട്ട് ആകാനേ നമ്മളെ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെ ആകണമെന്ന് ഉണ്ടോ? ഇല്ലല്ലോ. എന്താണ് ഇത് വർക്കൗട്ട് ആകാന് നമ്മുടെ കുടുംബത്തിലുള്ള ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെല്ലാം ആകണമെന്നുണ്ടോ? ഇത് കുടുംബത്തിലെല്ലാവരും ഒന്നും വേണ്ട, നമ്മൾ മാത്രം. കുടുംബത്തിലുള്ളൊന്നും ഒരു വിഷയമല്ല പിന്നെ കേട്ടോ. ഓക്കെ ഓക്കെ. കുടുംബത്തിലൊക്കെ ഉള്ളത് വലിയ വിഷയമാവില്ല. നമ്മൾ ഈ ചെറിയ തേർഡ് ഡയമെൻഷനിൽ ഇരിക്കുമ്പോഴാ, ചെറിയ എനർജി ആയിട്ട് 200 താഴെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കുടുംബത്തിലുള്ളതൊക്കെ പ്രശ്നമാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു സാറേ. നമ്മളെ എനർജി ഹൈ ആയി കഴിഞ്ഞാൽ കുടുംബത്തിലുള്ളതൊന്നും വിഷയമല്ല. കാരണം നമ്മുടെ ഫോക്കസ് അതിലല്ലല്ലോ, നമ്മൾ വേറെ അല്ലേ, നമ്മൾ വേറെ ഇതിൽ കണക്റ്റഡ് അല്ലേ. നമുക്ക് കുടുംബത്തിലുള്ളതൊന്നും വിഷയമല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ആരും മാറേണ്ട ആവശ്യമില്ല, അവരൊക്കെ മാറിക്കോളൂ. അതൊക്കെ നിങ്ങളെ ബാധിക്കാൻ പോലുമില്ല. നിങ്ങൾ അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റേജിൽ എത്തുമ്പോഴേ അവിടേക്ക് എത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? കുടുംബത്തിലുള്ളവരെ അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. സോ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് 5 പോയിന്റ് ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടി ഡെപ്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മളെ സമയം വീണ്ടും കഴിഞ്ഞു. എന്ത് ചെയ്യാനാ? ഇന്ന് പറയണോ നാളെ പറയണോ? അടുത്തൊരു പോയിന്റ് കൂടെ പറയാം അല്ലെ? ഒരു പോയിന്റ് കൂടെ പറയാം. നിർത്താൻ സമയമായി. അടുത്ത ഒരു പോയിന്റ് കൂടെ പറയല്ലേ? അടുത്ത ഒരു പോയിന്റ്, ലോ ഓഫ് പെർപെച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി. അതായത് 6ാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? എനർജി ഈസ് കോൺസ്റ്റന്റ്ലി മൂവിങ്. എനർജി എന്താണ്? കോൺസ്റ്റന്റ്ലി മൂവിങ് ആണ്. എനർജി എന്താണ്? കോൺസ്റ്റന്റ്ലി മൂവിങ് ആണ്. ക്ലിയർ ആണോ? ആ പോയിന്റ് ശരിക്കും മനസ്സിലായോ? എന്താണ്? ഒന്ന് കമന്റ് ചെയ്തേ. ലോ ഓഫ് പെർപെച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി പറയുന്നത് എനർജി ഈസ് ഓൾവേസ് മൂവിങ് ആൻഡ് ചേഞ്ചിങ് ഫോം. അതിന്റെ രൂപം മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇറ്റ് നെവർ സ്റ്റാറ്റിക്. അത് എന്തല്ല, ഒരേ എനർജിയിൽ നിൽക്കില്ല. ആൻഡ് ഈവൻ വെൻ തിങ്സ് സീം സ്റ്റക്ക്, അതായത് നമുക്ക് വളരെ സ്റ്റക്കായി നിൽക്കുന്ന പോലെ തോന്നും. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഹയർ ഫ്രീക്വൻസീസ് ഓഫ് എനർജി ക്യാൻ ട്രാൻസ്ഫോം ആൻഡ് ഓവർറൈഡ് ലോവർ വൺസ്. അതായത് ഹയർ എനർജി ഉള്ള ഒരാൾക്ക് നെഗറ്റീവായ എന്തെങ്കിലും എനർജി ഉണ്ടെങ്കിൽ ആ എനർജീനെയും കൂടെ പോസിറ്റീവ് ആക്കി മാറ്റും. പറഞ്ഞ മനസ്സിലായോ? ഇറ്റ് മീൻസ് യു ഹാവ് ദ പവർ ടു ചേഞ്ച് യുവർ ലൈഫ് ബൈ ഷിഫ്റ്റിംഗ് യുവർ എനർജി. നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എൻറ്റയർ ലൈഫിന്റെ ഷിഫ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് നിങ്ങളുടെ എൻറ്റയർ ലൈഫ് എനർജി അല്ലേ? നിങ്ങളുടെ ജീവിത പങ്കാളി എനർജി അല്ലേ? സ്വർണോ? നിങ്ങളുടെ ജീവിത പങ്കാളി എനർജി അല്ലേ? ഇപ്പൊ നേരത്തെ സ്മൈൽക്ക് ചോദിച്ച ചോദ്യം, വീട്ടുകാർ മാറണോ? വീട്ടുകാരെ നിങ്ങൾ മാറ്റും, നിങ്ങളുടെ എനർജി മാറ്റും. അവരെ ട്രാൻസ്മ്യൂട്ട് ചെയ്യാനുണ്ട്, മ്യൂട്ടേഷൻ സംഭവിക്കും, അതിന്റെ രൂപമാറ്റം സംഭവിക്കും.
ഒരു വൈറസ് വന്ന് അടുത്ത വൈറസിന് രൂപമാറ്റം സംഭവിക്കുന്നു പറഞ്ഞതുപോലെ, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മൊത്തം എനർജിയെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാ എനർജിയെയും, ആ വീടിനെയും. അങ്ങനെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ വിർജീനിയ ജാനറ്റ് എന്ന് പറയുന്ന ലേഡി ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ആ കഥ ഇതാണ്, ഇങ്ങനെയാണ്. 15ാമത്തെ വയസ്സിൽ അവരൊരു തീരുമാനം എടുത്തു. അവർ പറയാണ്, അവരുടെ ശവക്കല്ലറയിൽ എഴുതി വെച്ചതാണ്, ജിയോളജി ആയിട്ട് വായിക്കാൻ പറഞ്ഞതും ശവക്കല്ലറയിൽ എഴുതി വെച്ച ഒരു സാധനമാണ്. എന്ത്? 15ാമത്തെ വയസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തു, എനിക്ക് ഈ ലോകം നന്നാക്കണം. അങ്ങനെ 10 വർഷം വർക്ക് ചെയ്തു. 10 വർഷം വർക്ക് ചെയ്തിട്ട് അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ ലോകം നന്നാവില്ല. അങ്ങനെ അവർ 25ാമത്തെ വയസ്സിൽ തീരുമാനം എടുത്തു, എനിക്ക് രാജ്യം നന്നാക്കാം. 10 വർഷം വർക്ക് ചെയ്തു, രാജ്യം നന്നായില്ല. സ്വന്തം രാജ്യം ലോകം കടന്നിക്കട്ടെ, എന്റെ രാജ്യം നന്നാക്കും. അവർക്ക് മനസ്സിലായി നടക്കൂല. അങ്ങനെ അവസാനം അവർ തീരുമാനം എടുത്തു, എന്റെ നാട് നന്നാക്കി, എന്റെ സ്വന്തം നാട്, ഹോം ടൗൺ. അങ്ങനെ 10 വർഷം കൂടെ വർക്ക് ചെയ്തു. അവർക്ക് മനസ്സിലായി ഇത്രയും. ആദ്യം 10 വർഷം വർക്ക് ചെയ്തു, ലോകം നന്നാക്കാൻ 25, രണ്ടാമത് രാജ്യം നന്നാക്കാൻ 35, അടുത്തത് 45 വയസ്സായി. അവർക്ക് മനസ്സിലായി ഈ നാട് നന്നാക്കാൻ കഴിയില്ല. അങ്ങനെ അവസാനം ഒരു തീരുമാനം എടുത്തു, എന്റെ വീട് നന്നാക്കാം, എന്റെ കുടുംബം നന്നാക്കാം. നീ ആദ്യം നിന്റെ കുടുംബം പോയി നന്നാക്കുന്ന പറയാറില്ലേ, ഇതുപോലെ നീ നാട്ടുകാരെ നന്നാക്കാൻ നിൽക്കുന്നതിന് മുൻപ്. അങ്ങനെ അവര് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോ അവര് ഒരു കാര്യം മനസ്സിലായി. 10 വർഷം കഴിഞ്ഞ് 55 വയസ്സായി. ഒരു കാര്യം മനസ്സിലായി, അവരുടെ കുടുംബം നന്നാക്കാൻ കഴിയില്ല, അവരുടെ ജീവിത പങ്കാളിയെ നന്നാക്കാൻ കഴിയില്ല. അങ്ങനെ അവസാനം 55ാമത്തെ വയസ്സിൽ തീരുമാനം എടുക്കുകയാണ്, ഇതൊന്നും നടക്കാത്തതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് നന്നാക്കാം, എന്റെ എനർജി ഒന്ന് ചേഞ്ച് ചെയ്യാം. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഇവിടെ ഇരിക്കുന്ന കോഴിക്കോട് ഈ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഇവിടെ ഈ ഫ്ലാറ്റിലിരിക്കുന്ന ഈ ഷാഫി മുഹമ്മദ് എന്ന് പറയുന്ന ഞാൻ വിർജീനിയ ജാനറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ എനർജി ചേഞ്ച് ചെയ്തതും ആ എനർജിയുടെ റിപ്പിൾ എഫക്റ്റ് ആണ്. അവരെ ചേഞ്ച് ചെയ്തപ്പോൾ അവരുടെ വീട്ടിലുള്ളവർ മാറി, അവരുടെ കുടുംബത്തിലുള്ളവർ മാറി, നാട്ടിലുള്ളവർ മാറി, രാജ്യത്തുള്ളവർ മാറി, ഈ ലോകത്തുള്ളവർ മാറി. എല്ലാവരും മാറി എന്നുള്ളതിനേക്കാൾ ഒരുപാട് പേരും മാറി. അവർ പറയാണ്, ഈ മണ്ടത്തരം നിങ്ങൾ ചെയ്യരുത്. ഏതാണ് മണ്ടത്തരം? 50 വർഷം ഞാൻ കളഞ്ഞു, 55 വർഷം ഞാൻ കളഞ്ഞു. ദയവ് ചെയ്ത് നിങ്ങൾ ഈ മണ്ടത്തരം ചെയ്യരുത്. വേറൊരാളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ട, അയാളിലേക്ക് വിരൽ ചൂണ്ടണ്ട. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. നിങ്ങൾ നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്താൽ ആ എനർജിക്ക് ഒരു പവർ ഉണ്ട്. ആ എനർജി വിൽ ഷിഫ്റ്റ് അതർ പീപ്പിൾസ് എനർജി, യുവർ ഹൗസ് എനർജി, യുവർ ഹോം എനർജി, യുവർ എൻവയോൺമെന്റ് എനർജി. അത് മതി. ആ എനർജി തന്നെ മതി. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ നല്ലവരായിത്തീരും, നിങ്ങളുടെ കൂടെ താമസിക്കുന്നവർക്ക് നല്ലവരായിത്തീരും. ദ തിങ് ഈസ്, നമ്മളിൽ അധികം ആൾക്കാർക്കും നമ്മളെ ചേഞ്ച് ചെയ്യാനുള്ള മനസ്സല്ല, മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാനാണ് നമുക്ക് ചേഞ്ച്. ഇത് ഓൾറെഡി അനുഭവിച്ച ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ കോഴ്സിലുണ്ട്. യുവർ ലൈഫ് വിൽ ചേഞ്ച്, ന്യൂ പീപ്പിൾ വിൽ കം, ഹൈലി നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി. അപ്പൊ നിങ്ങളുടെ ലൈഫ് ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യണത്? ചേഞ്ച് യുവർ എനർജി ഇൻ ടു പോസിറ്റീവ് എനർജി. അപ്പൊ പോസിറ്റീവ് എനർജിക്ക് എന്തുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഈ ലോ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പ്രവർത്തികളും എനർജറ്റിക് ഫ്രീക്വൻസി ക്യാരി ചെയ്യുന്നുണ്ട്. ആ എനർജിയെ ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്മ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്തിനാ? നിങ്ങളുടെ ഭയത്തെ കോൺഫിഡൻസ് ആയി മാറും. ഭയം കോൺഫിഡൻസ് ആയി മാറും. ഇല്ലായ്മ അബണ്ടൻസ് ആയി മാറും. ദുഃഖം ശക്തമായി മാറും. ഡൗട്ട് ക്ലാരിറ്റിയിലേക്ക് എത്തും. അതാണ്, എന്താണോ ഉള്ളത് അതങ്ങ് പോസിറ്റീവ് ആകും. അതങ്ങ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അവസ്ഥയിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥ ഓർമ്മയുണ്ടോ? ലോ ഓഫ് ട്രാൻസ്മ്യൂട്ടേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് സ്ട്രഗിൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ സ്ട്രഗിളിനെ ആസ്വദിക്കാൻ തുടങ്ങും. ഇപ്പോൾ സ്ട്രഗിൾ വരുമ്പോൾ അതിനെ കീഴടങ്ങും. മറിച്ച് ആ സ്ട്രഗിളിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ സ്ട്രഗിൾ വന്നോട്ടെ പോന്നോട്ടെ, നിങ്ങൾ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങും. അതിനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഒരു ബുക്ക് ഉണ്ട്, ഞാൻ കാണിക്കുക. ഇവിടെ ഇല്ല. അതായത് ആ ബുക്കിന്റെ പേര് ഇതാണ്, ഒബ്സ്റ്റക്കിൾ ഈസ് ദ വേ. ഒബ്സ്റ്റക്കിൾ ഈസ് ദ വേ.
തടസ്സം വഴിയായി മാറും. അതല്ലേ ഇപ്പൊ സംഭവിക്കണേ? നിങ്ങൾ ഒരുപാട് പെയിനും ബുദ്ധിമുട്ടിലൂടെയും കടന്നു വന്നത് കൊണ്ടല്ലേ ഇന്നിപ്പോ ഇവിടെ എത്തിയതും ഈ ഒരു വഴിയിലേക്ക് എത്തിയത്? തടസ്സം വഴിയായി മാറും. യെസോറോ? അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് എന്താ പറയാ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ലോ ഓഫ് മാനിഫെസ്റ്റേഷനിൽ പറയുന്നത്. ആ ലോ ഓഫ് മാനിഫെസ്റ്റേഷനിലെ ഈ പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് പെർപെച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന ലോ പറയുന്ന 6ാമത്തെ ലോ. മനസ്സിലാവുന്നുണ്ടോ? അത് പ്രാക്ടിക്കലി നിങ്ങൾ എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ അത് അപ്ലൈ ചെയ്യാൻ ചോദിച്ചാൽ ഷിഫ്റ്റ് യുവർ ഇമോഷൻ ഓൺ പർപ്പസ്. നിങ്ങളുടെ പർപ്പസിൽ, ലക്ഷ്യത്തിൽ, ഉദ്ദേശത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇമോഷൻസിനെ ഷിഫ്റ്റ് ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വെൻ യു ഫീൽ സ്റ്റക്ക്, നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത്, ലോ മൂഡിൽ നിൽക്കുന്ന സമയത്ത് ഒന്നുകിൽ മ്യൂസിക് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടോ, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടോ, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തുകൊണ്ടോ നിങ്ങളുടെ വൈബ്രേഷനെ ഷിഫ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് എങ്കിൽ ആ ദേഷ്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഫോക്കസ്ഡ് ആക്ഷനിലേക്ക് നയിക്കും. ടേൺ ആൻസൈറ്റി ഇൻ ടു ഗ്രൗണ്ടഡ് ബ്രീത്തിങ് ആൻഡ് പ്ലാനിങ്. ആൻസൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് റിലാക്സ് ചെയ്യും. അപ്പൊ അത് ഷിഫ്റ്റ് ആവും. ആ എനർജിയെ ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഹൈ ഫ്രീക്വൻസി പീപ്പിൾ ഓർ എൻവയൺമെന്റ്സ്. ഹൈ ഫ്രീക്വൻസി പീപ്പിൾ ഉള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള എൻവയൺമെന്റുകളിൽ നിങ്ങൾ പോയി താമസിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ സമയം ചെലവഴിക്കും. എനർജി ഈസ് കണ്ടേജിയസ്. അവിടെയുള്ള എനർജി എന്ത് ചെയ്യും? കണ്ടേജിയസ് ആണ്. ബീയിങ് അറൌണ്ട് പീപ്പിൾ ഹു അപ്ലിഫ്റ്റ്, ഇൻസ്പയർ ആൻഡ് ചലഞ്ച് യു പോസിറ്റീവ്ലി ഹെൽപ്സ് യു ട്രാൻസ്ഫോർട്ട് യുവർ എനർജി. ഞാൻ ഇന്നലെ രാത്രി ഏകദേശം 12:30 വരെ, ഉറങ്ങുമ്പോൾ 1 മണി, 12:30 വരെ ഒരു ഇൻസ്പയറിംഗ് എനർജി ഉള്ള ഒരു വ്യക്തിയുടെ കൂടെ, ഈസ് എ മില്ലനിയർ, പുള്ളിയുടെ കൂടെ സമയം ചെലവഴിക്കുകയായിരുന്നു. പുള്ളിയുടെ സ്വപ്നം, ഓക്കെ, എനിക്ക് പറയാൻ പാടില്ല, അതുകൊണ്ട് എന്നോട് മാത്രം പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. സോ ഹി ഹാസ് എ പർപ്പസ് വട്ട് എവർ ഇറ്റ് ഇസ്. സോ പുള്ളിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. We both were engagingly sharing having beautiful conversation. And we were transferring the energy. Beautiful ആയിട്ടുള്ള എനർജി ട്രാൻസ്ഫർ ചെയ്തോണ്ട്. And we were sitting in a space, ഇവിടെ ബിസിനസ് പാർക്കിലാണ് ഇത്, ഹൈലൈറ്റ് ബിസിനസ് പാർക്ക്. അവിടെ ഇരുന്നിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ബിസിനസ് പാർക്ക്, ആ ഒരു ഏരിയക്ക് തന്നെ ഒരു അബണ്ടൻസ് ഉണ്ട്, ഒരു എനർജി ഉണ്ട്. Whenever possible you come pay a visit. ഇടയ്ക്കൊക്കെ ഇവിടെ വരിക, വിസിറ്റ് ചെയ്യുക. അങ്ങനെ എനർജറ്റിക് സ്പേസിൽ അവിടെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ചെന്ന് അറിയാതെ നിങ്ങളുടെ എനർജി കൂടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ പള്ളിയിൽ പോയി നോക്ക്, മസ്ജിദിൽ പോയി നോക്ക്, അമ്പലത്തിൽ പോയി നോക്ക്, ചർച്ചിൽ പോയി നോക്ക്, അവിടെ ഒരു എനർജി ഉണ്ട്. യെസ്, അവിടെ ചെന്ന് അറിയാതെ നമ്മൾ കാമാവും അല്ലേ? ലൊക്കേഷൻസ് ഹാവ് സം കൈൻഡ് ഓഫ് എനർജി. ഗോ ടു പ്ലേസസ്. പ്രാർത്ഥിക്കാൻ പോകാൻ പറഞ്ഞതും, പള്ളിയിൽ പോകാൻ പറഞ്ഞതും, ചർച്ചിൽ പോകാൻ പറഞ്ഞതും, അമ്പലത്തിൽ പോകാൻ പറഞ്ഞതും വെറുതെ അല്ല. ഗോ ദേർ. എല്ലാവരും നല്ല ഉദ്ദേശത്തോടു കൂടി വരുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ അവിടെ പോയി നല്ല ഉദ്ദേശമുള്ള നല്ല 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 കാര്യങ്ങളുള്ള ആളായിട്ട് നിങ്ങൾ മാറും. അതിലേക്ക് നമ്മുടെ ഹീലിംഗ് കൂടി ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നെങ്കിൽ പിന്നെ പറയണ്ട. മനസ്സിലാവട്ടെ? അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യും. അവിടെ നിന്നുള്ള എനർജി നിങ്ങളുടെ നെഗറ്റീവ് എനർജിയെ ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കും. അവിടുത്തെ എനർജിയെ ലെറ്റ് ദാറ്റ് എനർജി ഷിഫ്റ്റ് യുവർ നെഗറ്റീവ് എനർജി. സോ എനർജിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആ ഒരു തോട്ട് നിങ്ങൾ കൊടുത്തിട്ട് അതിലേക്ക് സമർപ്പിച്ചിട്ട് പോകും. സോ ദാറ്റ് വിൽ ഷിഫ്റ്റ് യു. അവിടെ പോയിട്ട് ചുമ്മാ എന്തെങ്കിലും ചെയ്തിട്ട് പോകരുത്, പേരിന് പോകരുത്, പടച്ചവനെ പേടിച്ചിട്ട് പോകരുത്, പടച്ചവനോട് സ്നേഹം കൊണ്ട് പോകണം. ഒരാള് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താടാ നീ പള്ളിയിൽ പോകാത്ത? ഉസ്മാൻ എന്ന് പറഞ്ഞിട്ടേ, ഉസ്മാനെ നീ എന്താ പള്ളിയിൽ പോകാത്തെന്ന് ചോദിച്ചു. ഉസ്താദ്, എനിക്ക് പടച്ചവനെ ഭയങ്കര പേടിയാണ്, അത്രക്കും പേടിയാണ്, അതുകൊണ്ട് എനിക്ക് പള്ളി കയറാൻ പേടിയാണ് എന്ന് പറഞ്ഞ പോലെ. അത്ര ആ ഒരു എന്താ പറയാ അങ്ങനെ ആവരുത്. നമ്മളെന്തായിരിക്കണം? ഇറ്റ് ഷുഡ് കം ഫ്രം എ ലവ്, സ്പേസ് ഓഫ് ലവ്. നമ്മളെന്ന് പറയുന്ന കുഞ്ഞു കുട്ടിയുണ്ട്. ആ കുഞ്ഞു കുട്ടിയെ
നമ്മുടെ സൃഷ്ടാവ് അല്ലെ, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് അല്ലെങ്കിൽ ആ ഒരു ഈ യൂണിവേഴ്സിലെ ഒരു പാർട്ടാണ് നമ്മൾ. യൂണിവേഴ്സിന്റെ ഒരു സൃഷ്ടിയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു കുഞ്ഞാണ് നമ്മൾ. യൂണിവേഴ്സൽ പവർ ദൈവം നമ്മൾ വിളിക്കും. ആ യൂണിവേഴ്സൽ പവറിന്റെ അടുത്ത് ചെന്നിട്ട് പറയണം, നമ്മുടെ അച്ഛന്റെ അടുത്ത് പോവാണ്, അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ അടുത്ത് ഒരു ഇല്ലേ, ഒരു മാതാവിന്റെ അടുത്തും പിതാവിന്റെ അടുത്തും പോയിട്ട് നമ്മൾ പറയുന്നത് പോലെ നമ്മൾ നിന്നിട്ട് നമ്മൾ യഥാർത്ഥ സൃഷ്ടാവിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ കാണാൻ വന്നാണ്, സംസാരിക്കാൻ വന്നാണ്. ആ സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി ചെന്ന് കാണണം. ഇപ്പൊ കാണുമ്പോ ആ സ്നേഹം കിട്ടും, ആ എനർജി നടക്കും, ആ ചേഞ്ച് ആകും. ബേജാറിൽ തിരക്കിട്ട് ചെല്ലുന്നിട്ട് ഇറങ്ങി പോരരുത്. മനസ്സിലാവുന്നു? സോ എന്ത് ചെയ്യാം? ഗോ there, have this ട്രാൻസ്മ്യൂട്ടേഷണൽ എനർജി. മനസ്സിലാവുന്നല്ലോ? ഈ ഒരു ലോ ഓഫ് ഫോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരിക്കലും പുറമേയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, പുറമേയുള്ള ആക്ഷൻസ് അല്ല, ഉള്ളിൽ എന്ന് പറഞ്ഞു. ടീച്ചേഴ്സ് ഇന്നർ ഷിഫ്റ്റ് ക്രിയേറ്റ് ഔട്ടർ റിസൾട്ട്സ്. ഔട്ടർ റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ നിങ്ങൾ സഹായിക്കും. ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് ജോബ്. പെർഫെക്റ്റ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. പെർഫെക്റ്റ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. പെർഫെക്റ്റ് എമൗണ്ട്, വലിയൊരു എമൗണ്ട് ഓഫ് മണി കിട്ടിയിട്ട് വേണം ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നല്ലോ. ഫീൽ ബെറ്റർ നൗ ടു ഹെൽപ്പ് അട്രാക്ട് ദോസ് തിങ്സ്. അതായത് ഇലോ പറയുന്നത് എന്താണ്, നമുക്ക് ഇപ്പൊ എന്താണോ ഉള്ളത്, ആ ഉള്ളതിൽ നിന്നുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും. അതായത് എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ, ഇങ്ങനെയല്ലേ ഉള്ളൂ എന്ന്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചില്ല എന്നുള്ള കംപ്ലൈനിങ്, പരാതിയോ വിഷമത്തിലോ നിന്നാൽ നിങ്ങൾ കൂടുതൽ ആ എനർജി ആയിരിക്കും അട്രാക്ട് ചെയ്യുക. മറിച്ച് അതിന് പകരം ആ നെഗറ്റീവായ, ആ സങ്കടകരമായ, ബുദ്ധിമുട്ടായ കാര്യത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇതിലും മികച്ചത് എന്താണ് എനിക്ക് ഇനി സംഭവിക്കാനുള്ളത്, ഇത്രയും ഇതും നല്ലതാണ്, ഇങ്ങനെ സംഭവിച്ചല്ലോ, ഞാൻ ഇത്രയെങ്കിലും ഉണ്ടല്ലോ, എൻ്റെ ലൈഫ് ഇതും നല്ലതിനാണ്, എല്ലാം നല്ലതിനാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് ഈ സംഭവിച്ച കുറച്ചൊക്കെ വിഷമകരമായ കാര്യമാണെങ്കിലും ഈ സംഭവിച്ച കാര്യം എന്റെ നല്ലതിനാണ്. എന്തിനാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്റെ നല്ലതിനാണ്, എന്തോ ഒരു നല്ലതിനാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് ഉണ്ടാകുന്ന ഈ സങ്കടം എന്ന് പറയുന്ന വിഷമത്തെ നമ്മൾ നേരെ ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെ, എന്തോ ഒരു നല്ലതിനാണ് എന്ന ചിന്ത കൊടുക്കുന്നതിലൂടെ, അത്തരത്തിലുള്ള ഒരു അക്സെപ്റ്റൻസിലേക്ക് പോകുന്നതിലൂടെ ആ നെഗറ്റീവ് എനർജി ആവാൻ സാധ്യതയുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ നേരെ പോസിറ്റീവ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ലോ പറയുന്നത്. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അബണ്ടൻസ് വരും, കൂടുതൽ നല്ലത് വരും, കൂടുതൽ മികച്ചത് വരും. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ് എന്നൊരവസ്ഥ വരും. അതാണ് ഈ കപ്പിന് മുകളിൽ എഴുതിയിട്ടുള്ളത്. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്. എണ്ണം വരുന്നുണ്ടോ? നമ്മൾ ചായ കുടിക്കുമ്പോഴേ എല്ലാ ദിവസവും അതിങ്ങനെ കാണണം. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്. റിമൈൻഡർ. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കുകയാണ്. See you tomorrow. എങ്ങനെ ഉണ്ടായിരുന്നു? ബാക്കി നമുക്ക് നാളെ പറയാം. ഇനി 4 പറയാനുണ്ട്. റെഡിയാണോ? യെസ്. How was it? Super session. Thank you, sir. സൂപ്പർ. ഈ സെഷൻ എന്ത് ചെയ്യാം, നിങ്ങൾ അയച്ചു കൊടുക്കുക കേട്ടോ. ദയവ് ചെയ്ത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലേക്ക് അയച്ചു കൊടുക്കുക. നമുക്ക് നമ്മുടെ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണ്? മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. കേരളത്തെ രക്ഷിക്കണ്ടേ നമുക്ക്? വേണ്ടേ? നമ്മുടെ നാടിനെ രക്ഷിക്കണ്ടേ? നമ്മുടെ സ്വന്തം നാടിന്, മലയാളിയുടെ നാടിന്, കേരളത്തെ ഇന്ത്യയെ രക്ഷിക്കണം. വി ഷുഡ് ഹീൽ ഇന്ത്യ ആസ് വെൽ. പക്ഷെ നമുക്ക് നമ്മുടെ നാട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമുക്ക് നമ്മളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹീൽ മൈസെൽഫ് ഫസ്റ്റ്. അപ്പൊ നമ്മൾ ഹീൽ ചെയ്യുക, അതിന്റെ കൂടെ തന്നെ മറ്റുള്ളവരെ ഹീൽ ചെയ്യണ്ട. അപ്പൊ മെസ്സേജ് എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഇന്നലത്തെയും ക്ലാസ്സിന്റെ റെക്കോർഡ്സ് ഉണ്ടാവും, ഫയൽ ഉണ്ടാവും, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അയച്ചു കൊടുക്കുക. എല്ലാ ഫാമിലി ഗ്രൂപ്പിലും ഈ ക്ലാസ് ഒന്ന് കേട്ടു നോക്കുന്ന പറഞ്ഞിട്ട് അയച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ ഒരു ഫാമിലി, ഒരാളെങ്കിൽ ഒരാൾ ജെനുവിൻ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക, അല്ലാതെ ചുമ്മാ അയച്ചു കൊടുക്കണ്ട.
ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. അത് നിങ്ങൾക്ക് കർമ്മമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുള്ളൂ. പ്ലീസ് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, പ്യുവറായിട്ട് എന്ത് ചെയ്യുക, ചിന്തിക്കുക. അത് അയച്ചു കൊടുക്കുക കേട്ടോ. അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് നിങ്ങളുടെ ലൈഫിലും അതിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. മാത്രമല്ല അവരുടെ ലൈഫിൽ ആ ഉദ്ദേശത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും. മറ്റുള്ളവരുടെ ലൈഫിലും വലിയൊരു ബ്ലെസ്സിങ് ഉണ്ടാവും. അവരുടെ ലൈഫിൽ അവരുടെ ചിലപ്പോൾ ഏതെങ്കിലും കുടുംബത്തിന് ഇതേപോലെ ഡ്രഗ്സിൽ പെട്ടിട്ട് കുടുങ്ങിക്കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്കൊരു സ്ട്രെങ്ത് ആകും, അവർക്കൊരു ഹോപ്പാകും, അവർക്കൊരു വഴിയാകും. 1 healed person in 1 family. അതേപോലെ തന്നെ 1000 ഹീലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ ആ 1000 ഹീലേഴ്സ് ചുരുങ്ങിയത് അവരുടെ ജീവിതത്തിൽ അവർ ഉറപ്പായിട്ടും 1000 പേരെങ്കിലും ഹീൽ ചെയ്യാതിരിക്കില്ല. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ 1000 into 1000 എത്രയും ഇമാജിൻ ചെയ്തു നമുക്ക് എത്ര ആൾക്കാരെ ഹീൽ ചെയ്യാൻ പറ്റും. അതിലൂടെ എത്ര കുടുംബങ്ങൾ രക്ഷപ്പെടും. ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, ലെറ്റ്സ് ക്രിയേറ്റ് ദാറ്റ്. 100,000 എത്രയോ ഒന്ന് ആലോചിച്ച് നോക്കി. 100,000 എത്രയോ? നമുക്ക് 1 കോടി 2 കോടി ആകെ 3 കോടി ജനങ്ങളല്ലേ ഇവിടെ ഉള്ളത്. 3 കോടിയിൽ 3-3.5 കോടി ജനങ്ങളുണ്ട്. 1000 ഹീലേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കേരളത്തിൽ 1000 ഹീലേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും 1000 അവരുടെ ജീവിതത്തിൽ ഒരു 10 കൊല്ലത്തിനിടയ്ക്ക് 20 കൊല്ലത്തിനിടയിലോ അല്ലെങ്കിൽ 30 കൊല്ലത്തിനിടയിൽ എന്തായാലും 1000 ക്ലയൻസിനെ അവർക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അത് ഇന്നത്തെ കാലത്ത് കുറച്ചൊന്നുമില്ല. അപ്പൊ 1000 ക്ലയൻസിനെ അവർ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ, 1000 ആൾക്കാരെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാരെ ഹീൽ ചെയ്തതിന് മനസ്സിലാകുന്നുണ്ടോ? ഹീൽ ചെയ്യാനുള്ള പോസിബിലിറ്റി. സോ അതിന്റെ റിപ്പിൾ എഫക്റ്റ് ഉണ്ടാവും. പിന്നെ പഠിച്ച നിങ്ങളൊക്കെ ഇത് എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അതർ. അങ്ങനെ നമ്മളുടെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ നാട്ടിലെ എനർജി, നമ്മുടെ നാടിന്റെ ഒരു എനർജി ഉണ്ട്, കേരളത്തിന്റെ എനർജി ഉണ്ട്, അത് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. ഇപ്പൊ കേരളത്തിന്റെ എനർജി ഡൗൺ ആയി അല്ലെ? വാർത്തകളും കാര്യങ്ങളും എല്ലാം കേട്ട് ജനങ്ങൾ ഭയങ്കര വിഷമത്തിലും പ്രയാസത്തിലുമാണ്. ഓക്കെ, let's increase the awareness of our land. Let's increase the awareness of the people. Let's increase the awareness of yourself, your home. Let's save our people. Thank you. Have a great day. Thank you so much for joining. Thank you so much for joining. Thank you so much. Thank you so much for joining. Thank you, sir. Thank you. Sir, thank you, sir. Thank you so much. താങ്ക് യു സർ. Thank you, sir. Thank you very much. Thank you so much.